ഹലോ മക്കളെ, നിങ്ങളുടെ +1 മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷേ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞുള്ള ചാപ്റ്ററും ഈ +1 തന്നെ നിങ്ങൾക്ക് ലാസ്റ്റിലേക്കുള്ള പ്രോബബിലിറ്റി പോലുള്ള ചാപ്റ്റേഴ്സ്, +2 റിലേഷൻസ്, അങ്ങനത്തെ കുറേ ചാപ്റ്റേഴ്സിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ഈ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല മിടുക്കന്മാരായിട്ട് ഇതിലെ കൺസെപ്റ്റ്സ് ഒക്കെ നല്ല തറോ ആക്കി പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് പോവുക. അപ്പോൾ സെറ്റാക്കാൻ തുടങ്ങാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഗ്രൂപ്പുകൾ ഡിഫൈൻ ചെയ്യാം. കുറച്ച് ഗ്രൂപ്പുകളാക്കി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞാൻ പറയുന്ന ഗ്രൂപ്പുകൾ നിങ്ങൾ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ഗ്രൂപ്പായിട്ട് എഴുതാൻ ഉദ്ദേശിക്കുന്നത് നമ്പർ 10 വരെയുള്ള, അതായത് 0 മുതൽ 10 വരെയുള്ള അല്ലെങ്കിൽ 1 മുതൽ 10 വരെയുള്ള ഈവൻ നമ്പേഴ്സിനെ ഞാനൊരു ഗ്രൂപ്പായിട്ട് എഴുതാൻ പോവാം. നിങ്ങളൊന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും നമ്പേഴ്സ് വരിക? 2, 4, 6, 8, 10. ഇത് തന്നെയല്ലേ നിങ്ങളുടെ ഗ്രൂപ്പും? വ്യത്യാസമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ഗ്രൂപ്പിൽ 5 ഉണ്ടാവും? 5 ഉണ്ടാവാൻ പാടില്ല അല്ലേ? നമ്മൾ 1 തൊട്ട് 10 വരെയുള്ള ഈവൻ നമ്പേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പ് ഞാൻ എടുക്കുന്നത് ഒരു 20 വരെയുള്ള 5ൻ്റെ മൾട്ടിപ്പിൾസ്. നിങ്ങളൊന്ന് എഴുതിക്കേ, പെട്ടെന്നൊന്ന് നോക്കിക്കോ. 5, 10, 15, 20. മാറ്റം ഉണ്ടോ? നിങ്ങളുടെ ഗ്രൂപ്പും എൻ്റെ ഗ്രൂപ്പും സെയിം തന്നെയല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും 19 എങ്ങാനും കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടുപേരുടെ ഈ ഗ്രൂപ്പ് സെയിം ആണല്ലേ? ഓക്കെ, ഇനി മൂന്നാമത്തെ ഗ്രൂപ്പായിട്ട് ഞാൻ എഴുതാൻ പോകുന്നത് മലയാള സിനിമയിലെ ഏറ്റവും നല്ല നടന്മാരെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എഴുതി മോഹൻലാൽ. നിങ്ങൾ ആരെയാണ് എഴുതിയേ? ചിലപ്പോൾ മോഹൻലാൽ ആയിരിക്കും, എന്നാലും അല്ലാത്തവരും ഉണ്ടാവും അല്ലേ? രണ്ടാമതെന്നല്ല, ഞാൻ കോമ ഇട്ട് അടുത്ത ആളെ തന്നെ എഴുതി. ഞാനിവിടെ ഫാൻ ഫൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, രണ്ടാമതായിട്ട് ഉദ്ദേശിക്കുന്നില്ല. മമ്മൂട്ടി എന്ന് എഴുതി. നിങ്ങൾ ആരോ എഴുതിയല്ലേ? ഞാൻ മൂന്നാമതായിട്ടൊരു ഫഹദിനെ എഴുതി കേട്ടോ. നിങ്ങൾ ആരെയാണ് എഴുതിയെന്ന് എനിക്കറിയില്ല അല്ലേ? അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പും നമുക്ക് രണ്ടും സെയിം ആയിട്ടല്ലേ വന്നേ? ഞാൻ 10 വരെയുള്ള നമ്പേഴ്സിൽ ഈവൻ നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പും എൻ്റെ ഗ്രൂപ്പും സെയിം ആയിരുന്നു അല്ലേ? മറ്റൊന്നുമില്ലല്ലോ. രണ്ടാമത്തെ ഗ്രൂപ്പ് നമുക്ക് സെയിം ആയിട്ടല്ലേ കിട്ടിയത്? പക്ഷെ മൂന്നാമത്തെ ഗ്രൂപ്പ് സെയിം ആയിട്ട് വന്നിട്ടുണ്ടാവാതിരിക്കാനാണ് സാധ്യത കൂടുതൽ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? ഇത് 10 വരെയുള്ള ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ആരെഴുതിയാലും, ഈവൻ നമ്പേഴ്സ് അറിയാവുന്ന ആരെഴുതിയ കഴിഞ്ഞാലും ഈ ഒരു ഗ്രൂപ്പേ കിട്ടുള്ളൂ അല്ലേ? 20 വരെയുള്ള 5ൻ്റെ മൾട്ടിപ്പിൾ എഴുതി കഴിഞ്ഞാലും ആരെഴുതിയാലും, മൾട്ടിപ്പിൾ അറിയാവുന്ന എഴുതി കഴിഞ്ഞാലും ഇതേ വരുള്ളൂ. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞത് എന്താ? മലയാള സിനിമയിലെ ഏറ്റവും നല്ല നടന്മാർ. അത് എൻ്റെ കാഴ്ചപ്പാടാണ് അല്ലേ? എനിക്കിഷ്ടമുള്ളവരെയാണ് ഞാൻ എഴുതുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെയാണ് നിങ്ങൾ എഴുതുക. അപ്പോൾ പാട്ടുകാരെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ഡാപ്സിനെ ആയിരിക്കും ഇഷ്ടം വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ യേശുദാസിനെ ആയിരിക്കും ഇഷ്ടം വരുന്നുണ്ടാവുക, ചിലപ്പോൾ ചിത്രേനെ ആയിരിക്കും. അതും എന്താവും? മാറി വരും അല്ലേ? അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ സെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഒരു കോർ എലമെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഇവിടെ ഫസ്റ്റ് 2 ഗ്രൂപ്പുകൾ പറഞ്ഞപ്പോൾ അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നു അല്ലേ? അതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യമാണ്. ലോകത്ത് മാത്സ് അറിയുന്ന എഴുതിയാലും ഈ സെറ്റ് തന്നെ വരും. പക്ഷേ ഇവിടെ എന്താണ്? നമ്മുടെ ഇഷ്ടമാണ്. അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഇല്ല. ശരിയല്ലേ? അപ്പോൾ മക്കളെ, കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ ഉള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെറ്റ് എന്ന് വിളിക്കുക. അതായത് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ് സെറ്റ് എന്ന് പറയുന്നത്. ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാണ്, നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ABCDE, അതിനകത്തുള്ള വവൽസിൻ്റെ കളക്ഷൻ AEIOU അല്ലേ? അപ്പോൾ ആൽഫബറ്റ് അറിയാവുന്ന എഴുതി കഴിഞ്ഞാലും അത് തന്നെയല്ലേ വരിക? AEIOU തന്നെയാണ് വരിക. ശരിയല്ലേ? അപ്പം അതും എന്താണ്? ഒരു സെറ്റാണ്. അതിനൊരു കറക്റ്റ് ഡെഫിനിഷൻ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് സെറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമൽ ഡെഫിനിഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ആ വെൽ ഡിഫൈൻഡ് എന്നുള്ളതിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കുറേ പൂക്കൾ എടുത്തു. ഇപ്പം ഞാൻ എടുക്കുന്ന ലോട്ടസ് എടുത്തു, റോസ് എടുത്തു, മുല്ലപ്പൂവ് എടുത്തു. അതാണ് എൻ്റെ കളക്ഷൻ എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്യൂലിപ്പ് എടുക്കാം, നിങ്ങൾക്ക് വേറെ വാട്ടർ ലില്ലി എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം അല്ലേ? അപ്പോൾ അത് മാറി. പക്ഷെ ഞാൻ പറയാണ് വെള്ള കളറുള്ള പൂക്കളുടെ കളക്ഷൻ എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഗ്രൂപ്പിൽ നിന്ന് നമ്മളൊരു വെള്ള കളറുള്ള പൂക്കൾ മാത്രം എടുക്കുകയാണെങ്കിൽ നമ്മുടെ എന്താവും? സെയിം സെറ്റുകളാവും. ശരിയല്ല? അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ വരികയാണ്, ഒരു വെൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ വരികയാണ്. അപ്പോൾ അതെന്താവും? സെറ്റാവും. അപ്പോൾ അങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? സെറ്റ് എന്ന് പറയുക. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതിയിട്ടുണ്ട്. നമുക്കത് വായിച്ചിട്ട് ഇത് സെറ്റാണോ അല്ലയോ എന്നൊന്ന് ഗ്രൂപ്പ് ചെയ്ത് പോവാം. നോക്കിക്കേ, ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡിവൈഡ് 42.
അതൊരു വെൽ ഡിഫൈൻഡ് സാധനമായിരിക്കും അല്ലേ. 42നെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് നമ്മളോട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും എഴുതുന്നത് സെയിം ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും. ഏതൊക്കെയാണ് വരിക? 1 വരും, 21 വരും, 2 വരും അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാം? യെസ്, ഇതൊരു സെറ്റാണ്. രണ്ടാമത് നോക്കിയേ, സെറ്റ് ഓഫ് ഓൾ വൗവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ എക്സാമ്പിൾ അല്ലേ. അപ്പോൾ അതും എന്ത് തന്നെയാണ്? സെറ്റാണ്. AEIOU വരും, ഞാൻ എഴുതിയാലും നിങ്ങൾ എഴുതിയാലും മാറിപ്പോയിട്ടില്ലെങ്കിൽ സെറ്റായിരിക്കും അല്ലേ, കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമായിരിക്കും വരിക. ഇനി ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലൻറ്റഡ് ആക്ടേഴ്സ് ഇൻ ഇന്ത്യ. ഇപ്പം ഞാൻ പറഞ്ഞ മോഹൻലാൽ, മമ്മൂട്ടി, ഫഹദ് ലിസ്റ്റ് പോലെ ഇന്ത്യയിലുള്ള ഒരു 10 അടിപൊളിയായിട്ടുള്ള ആക്ടേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന ലിസ്റ്റ് ആയിക്കൊള്ളുന്നില്ല മക്കളെ, നിങ്ങൾ എടുക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? ഇതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ല, നോട്ട് എ സെറ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ. ദ സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് സെറ്റ് അല്ലേ, സെറ്റാണ്. ദ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ. ഇപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്യുന്ന ഈ PPTയിൽ ഞാൻ ചെയ്ത് വെച്ചേക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ കളക്ഷൻ സെറ്റായിരിക്കില്ലേ അല്ലേ, സെറ്റല്ലേ, സെറ്റാണ്. ദ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദ വേൾഡ്, അത് സെറ്റാണോ? അതായത് ലോകത്തിൽ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ആനിമൽസ്, അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക അപകടം എന്നുള്ള? ഇപ്പോൾ എനിക്ക് പാമ്പിനെ പേടിയില്ല എന്ന് ഓർത്ത് നിങ്ങൾക്ക് പാമ്പിനെ പേടി ഉണ്ടാവാതിരിക്കണം എന്നുണ്ടോ? ഇല്ല. ഇപ്പം എനിക്ക് ഒരു ഉറുമ്പിനെ പേടിയായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഉറുമ്പിനെ പേടി ഉണ്ടാവണമെന്നില്ല. അപ്പം നിങ്ങളോട് ഏറ്റവും പ്രശ്നക്കാരനായ ഒരു ആനിമൽ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഉറുമ്പിനെ ആയിരിക്കും പറയുന്നത്, പക്ഷേ എനിക്കത് അങ്ങനെ ആവണമെന്നില്ല. ഡെഫിനിഷൻ മാറിയത് കണ്ടോ? അപ്പോൾ ഇതെന്തല്ല, സെറ്റല്ല. മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സെറ്റല്ല, നോട്ട് എ സെറ്റ്. അപ്പോൾ മക്കളെ ഇത് മനസ്സിലാക്കി വെക്കുക. സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമ്മളൊരു സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ മോസ്റ്റ് ഡേഞ്ചറസ് അതൊക്കെ ഒഴിവാക്കി മാത്തമാറ്റിക്കലി നമ്മൾ ഇനി സെറ്റുകളെ പറയാൻ പോവുകയാണ്. എങ്ങനെയാണ് സെറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, 2 ഫോംസ് ആണ് നമുക്കുള്ളത്. ഒന്നാമത്തെ റോസ്റ്റർ ഫോം, രണ്ടാമത്തത് സെറ്റ് ബിൽഡർ ഫോം. ഈ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ എഴുതിയില്ലേ ഇവിടെ, അതായത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡിവൈഡ് 42. അപ്പോൾ അത് ഏതൊക്കെയാണ് നമ്പേഴ്സ് വരിക? ആ സെറ്റിൽ വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയായിരിക്കും? ഞാൻ അതിനെ ക്യാപിറ്റൽ A = എന്ന് പറഞ്ഞ് എഴുതുകയാണെ. 42ൻ്റെ ഫാക്ടേഴ്സിന് ഞാൻ കോമയിട്ട് എഴുതുക. 1 വരും, 42 വരും, 2 വരും, 21 വരും, 6 വരും, 7 വരും അല്ലേ. ഇത്രയല്ലേ വരുള്ളൂ. പിന്നെ ഏതാ? 14 × 3 എത്രയാടാ? 14 × 3 എന്ന് പറഞ്ഞാൽ 42 ആണ്. അപ്പോൾ 3ഉം 14ഉം വരും. ഇത്രയും വരും എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 42ൻ്റെ ഫാക്ടേഴ്സിനെ ഇങ്ങനെ കോമയിട്ട് എഴുതി. അത് മാത്രമല്ല, ഇത് കണ്ടോ, കേളി ബ്രാക്കറ്റ്സ്. ഇതിന് കേളി ബ്രാക്കറ്റ്സ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ കോമയിട്ട് എലമെൻസിന് ഇങ്ങനെ എഴുതുന്നതിനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുക. സെറ്റ് എന്നുള്ളതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നൊട്ടേഷനാണ് കേട്ടോ ഈ കേളി ബ്രാക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? കോമയിട്ട് എലമെൻസിനെ ഇങ്ങനെ പെറുക്കി എഴുതുന്നതിനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുക. ഇതേ സാധനത്തിന് ഞാൻ ഇനി സെറ്റ് ബിൽഡർ ആയിട്ട് എഴുതി കാണിക്കട്ടെ. സെറ്റ് ബിൽഡർ ആയിട്ട് ഞാൻ ഇതിനെ എഴുതുമ്പം എന്താ എഴുതാന്നറിയോ? ഒന്നുമില്ല, ഈ സെൻറ്റൻസ് ഇല്ലേ, ഈ സെൻറ്റൻസ് ആണ് അതിനകത്തോട്ട് വരിക. അപ്പോൾ സെൻറ്റൻസ് മാത്രമല്ല, പല രീതിയിൽ എഴുതാം. നമ്മൾ ഓരോ ഭാഗം എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ എങ്ങനെ എഴുതുന്ന. സെറ്റ് ഓഫ് ഓൾ, ഈ കേളി ബ്രാക്കറ്റിന് നമ്മൾ വായിക്കേണ്ടത് സെറ്റ് ഓഫ് ഓൾ എന്നാണ് കേട്ടോ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. ഈ 2 കുത്ത് നിങ്ങൾ ബുക്സിലൊക്കെ കണ്ടിട്ടില്ലേ? അതിന് നമ്മൾ എന്താ പറയുക? സച്ച് ദാറ്റ് എന്നാണ് പറയുക കേട്ടോ. സച്ച് ദാറ്റ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഫാക്ടർ ഓഫ് 42. മനസ്സിലായോ? അതായത് ഞാനിവിടെ എന്താ ചെയ്തിരിക്കുന്നത്? 42ൻ്റെ ഫാക്ടർ ആയിട്ടുള്ള എക്സുകളുടെ കളക്ഷൻ. അതാണ് ഇതിൻ്റെ മീനിങ്. എന്താ പറയുന്നത്? 42ൻ്റെ ഘടകം ഫാക്ടർ ആയിട്ടുള്ള എക്സുകളുടെ കളക്ഷൻ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, എക്സ് നാച്ചുറൽ നമ്പറാണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? എക്സ് ബിലോങ്സ് ടു എൻ എന്ന് എഴുതും. എക്സ് ബിലോങ്സ് ടു എൻ. ഓക്കെ, ഇപ്പം നമുക്ക് തൽക്കാലം നാച്ചുറൽ നമ്പർ എന്ന് എഴുതാം. എന്ന് ഞാൻ പഠിപ്പിക്കാം. നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നിങ്ങൾ ഇവിടെ കുറച്ച് സൈനുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഒന്നാമത്തെ സൈൻ ഏതാണ്? ഈ കേളി ബ്രാക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തേത് ഇതാ ഇങ്ങനെ ഒരു സാധനം, ഒരു ഈ പോലെ സിയിലൊരു വര ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് ബിലോങ്സ് ടു എന്നാണ്. ബിലോങ്സ് ടു.
ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു എക്സ് ബിലോങ്സ് ടു സെറ്റ് എ എന്ന് ഞാൻ പറഞ്ഞാൽ എന്താ, എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് ഇതിലുണ്ട്, ഈസ് എൻ എലമെൻറ്റ് ഓഫ്, ബിലോങ്സ് ടു അല്ലെങ്കിൽ ഈസ് എൻ എലമെൻറ്റ് ഓഫ്, അങ്ങനെ രണ്ട് മീനിങ് ആണ് ഈ എലമെൻറ്റിന് ഈ ഒരു സിമ്പലിന് വരിക. പിന്നെ എന്താ നമ്മൾ പഠിച്ചേ, സച്ച് ദാറ്റ് ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. എന്താണ് നമ്മൾ മാത്തമെറ്റിക്കലി പഠിക്കുമ്പോൾ നമ്മളത് അറിഞ്ഞ് തന്നെ പഠിക്കണം. എന്താണ് നൊട്ടേഷൻസ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഈ എഴുതിയേക്കുന്ന സെറ്റും ശരിക്കും എന്ത് തന്നെയാണ് മക്കളെ, സെയിം ആണ്. അതിന് ഞാനിവിടെ പെറുക്കി എലമെൻറ്റ്സ് ആയിട്ട് റോസ്റ്റർ ഫോമിൽ എഴുതിയെന്നേ ഉള്ളൂ. ഇവിടെ ഞാനത് കണ്ടീഷനായിട്ട് വിശദീകരിച്ച് കൊടുത്തു. അതായത് എക്സ് എന്ന് പറയുന്നത് 42ൻ്റെ ഫാക്ടർ ആണെങ്കിൽ അങ്ങനെയുള്ള എക്സുകളുടെ കളക്ഷൻ ഓഫ് എക്സ് ഇങ്ങനെയാണ് പറയേണ്ടത്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് എക്സ് എങ്ങനെയുള്ള എക്സ്, 42ൻ്റെ ഫാക്ടർ ആയിട്ട് വരുന്ന നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള എക്സ്. ക്ലിയർ ആണല്ലോ. ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ ഞാനൊരു കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നൊട്ടേഷൻസ് കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മൾ കുറേ നമ്പർ സിസ്റ്റംസ് പഠിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് എന്തൊക്കെ നമ്പേഴ്സ് അറിയാം? നാച്ചുറൽ നമ്പേഴ്സ് അറിയാം, 1 2 3 4 5 അല്ലേ. ഹോൾ നമ്പേഴ്സ് അറിയാം, അതായത് 0 1 2 3 4 5. ഇൻഡിജേഴ്സ് അറിയാം, നെഗറ്റീവും സീറോയും പോസിറ്റീവും വരുന്ന ഇൻഡിജേഴ്സ് അറിയാം. പിന്നെ റാഷണലും ഇറാഷണലും √2 എല്ലാം കൂടെ വരുന്ന റിയൽ നമ്പേഴ്സ് അറിയാമല്ലോ അല്ലേ. അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വരിക നോക്കിയേ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 എക്സെട്ര, 1 2 3 4 എക്സെട്ര എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്നത് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ. ഈ ഒരു സെറ്റ്, അതായത് ഇതിന് നമ്മളൊരു സെറ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ 3 കുത്തിട്ട് കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റി വരെ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് കേട്ടോ. ഇതിന് നമ്മളിങ്ങനെ സെറ്റാക്കി എഴുതി കഴിഞ്ഞാൽ നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ക്യാപിറ്റൽ N വെച്ചിട്ടാണ്. ക്യാപിറ്റൽ N. അപ്പോൾ നമ്മളൊരു എക്സ്ട്രാ വര കൊടുക്കും, അത് അതിൻ്റെ ഡിനോട്ടേഷനാണ്. നമ്മൾ നോർമലി ക്യാപിറ്റൽ N കൊടുക്കുന്നതിൻ്റെ കൂടെ ഒരു ജസ്റ്റ് ഒരു വരയും കൂടെ കൊടുക്കുക. അപ്പോൾ അത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫോമായിട്ട് മാറി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത സെറ്റ് ഹോൾ നമ്പേഴ്സ് അല്ലേ. ഹോൾ നമ്പേഴ്സിന് സാധാരണ W എന്നൊക്കെയാണ് ഇടാറ്. 0 1 2 3 എക്സെട്ര എന്നുള്ളത് ഹോൾ നമ്പേഴ്സ് ആണ്. നമുക്ക് എന്ത് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം? W വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനിയുള്ളത് നാച്ചുറൽ നമ്പർ കഴിഞ്ഞ് ഹോൾ നമ്പർ കഴിഞ്ഞ് നെഗറ്റീവ്സും കൂടെ വരുന്ന ഇൻഡിജേഴ്സിന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പം -2 ഇത് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യുമ്പം ഇവിടേക്ക് നെഗറ്റീവ് ഇൻഫിനിറ്റി ഉണ്ടല്ലോ, നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ സാധനങ്ങൾ പോകുന്നുണ്ടല്ലേ. അപ്പം -2 -1 0 1 2 എക്സെട്ര. ഇതെന്താണ്? ഇൻഡിജേഴ്സ് ആണ്. ഇൻഡിജേഴ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? നിങ്ങൾക്ക് തോന്നുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് N-ഉം ഹോൾ നമ്പേഴ്സ് W ആയതുകൊണ്ട് ഇൻഡിജേഴ്സ് I വെച്ചിട്ടായിരിക്കും തോന്നും. പക്ഷേ നമ്മൾ ഡിനോട്ട് ചെയ്യുക Z വെച്ചിട്ടാണ് കേട്ടോ. ഇൻഡിജേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Z ആണ്. അപ്പോൾ ഈ Z എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? അത് ഇൻഡിജർ ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് വരാം, 0 വരാം, പോസിറ്റീവ് നമ്പേഴ്സ് വരാം. അടുത്ത കളക്ഷൻ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് ആണ്. ഈ റിയൽ നമ്പേഴ്സിൽ നെഗറ്റീവ് നമ്പേഴ്സ് വരും, -1 0 വരും, 1/2 വരും, 1/3 വരും, 1 വരും, അങ്ങനെ എല്ലാ നമ്പേഴ്സും വരുമല്ലോ ഇതിനകത്ത്. റിയൽ നമ്പേഴ്സിൽ റാഷണൽ നമ്പേഴ്സ് വരും. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് വരും. ഇറാഷണൽ നമ്പേഴ്സ് വരും അല്ലേ. പിന്നെ ഈ ഇൻഡിജറും നാച്ചുറൽ നമ്പേഴ്സും ഒക്കെ വരും. ഇതിൻ്റെ ഒക്കെ കൂടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. റിയൽ നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ R വെച്ചിട്ടാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് സെറ്റുകൾ നിങ്ങൾ അറിഞ്ഞു വെക്കുക. നാച്ചുറൽ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, റിയൽ നമ്പേഴ്സ്. ഇനി ഈ റാഷണൽ നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫോം എന്ന് പറഞ്ഞാൽ Q വെച്ചിട്ടാണ്. എന്താണ്? Q. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക Q വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കുക. കാരണം നമ്മൾ എപ്പോഴും ഇനി അങ്ങോട്ട് സെറ്റുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ Q എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഷോർട്ടായിട്ട് തന്നിട്ടുണ്ടാവുക. ഓക്കെ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. Write in roster form the set of all letters in the word Mississippi. അപ്പോൾ ഞാനിത് ക്വസ്റ്റ്യൻ വെച്ച് അങ്ങനെ അങ്ങ് കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാമെന്ന് ഓർത്തിട്ടാണ് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ അങ്ങ് ഇട്ടത്. നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? ഈ മിസ്സിസിപ്പി എന്ന് പറയുന്ന ഈ വേർഡിനകത്തുള്ള ലെറ്റേഴ്സിൻ്റെ സെറ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ റോസ്റ്റർ ഫോമിലല്ലേ പറഞ്ഞത്? റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ പെറുക്കി കോമായിട്ട് എഴുതുന്നതിനാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ഞാൻ A എന്ന് പറഞ്ഞൊരു ക്യാപിറ്റൽ ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യാൻ പോവാണ്. കേർലി ബ്രാക്കറ്റ് ഇട്ടു. മിസ്സിസിപ്പി എന്ന് പറയുന്ന വേർഡിനകത്തുള്ള ലെറ്റേഴ്സ്
എം വരും, ഐ വരും, എസ് വരും. അടുത്ത എലമെന്റ് എന്തായിരിക്കും? ഇനി അടുത്ത എലമെന്റ് ഇവിടെ വരുന്നത് എന്താണ്? എസ് ആണ് അല്ലേ? പക്ഷേ നമ്മൾ ഓൾറെഡി സെറ്റിനകത്ത് എസ് ഇട്ടത് കൊണ്ട് ഇനി നമ്മൾ ആ എസ് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഒരു സെറ്റ് നമ്മൾ എലമെന്റുകൾ സെറ്റിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഒരെണ്ണം ഒരു തവണ എഴുതി കഴിഞ്ഞാൽ പിന്നെയും അത് റെപ്രസെന്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി നമ്മൾ എന്താ നോക്കണ്ടേ? ഈ എസ് നമ്മൾ എഴുതണ്ട, കാരണം എസ് ഓൾറെഡി എഴുതി. ഐ നോക്കിക്കേ, ഐയും നമ്മൾ ഓൾറെഡി എഴുതിയില്ലേ? ഈ ഐയും വേണ്ട, എസ് വേണ്ട, എസ് വേണ്ട, ഐ വേണ്ട, പി അതിനകത്തുണ്ട് അല്ലേ? പി നമ്മൾ എഴുതിയിട്ടില്ല. ഈ പി വേണ്ട, ഐ വേണ്ട. ആക്ച്വലി ഇതാണ് മിസിസിപ്പി എന്ന് പറയുന്ന വേർഡിനകത്തുള്ള ലെറ്റേഴ്സിൻ്റെ കളക്ഷൻ അല്ലെങ്കിൽ സെറ്റ് എന്ന് പറയുന്നത്. എമ്മും ഐയും എസും പിയും മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ അതിനകത്ത് എത്ര എസ് വന്നു എന്നോ അല്ലെങ്കിൽ എത്ര പി വന്നു എന്നോ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഒരു വേർഡ് തന്നിട്ട് അതിലുള്ള ലെറ്റേഴ്സ് നമ്മളോട് സെറ്റായിട്ട് എഴുതാൻ പറഞ്ഞാൽ, റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഓരോന്നും ഓരോ തവണ വെച്ച് റെപ്രസെൻറ്റ് ചെയ്ത് സെറ്റാക്കി എഴുതും. ക്ലിയർ ആണോ? ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോമാണ് ഈ തന്നേക്കുന്നത്. നമ്മൾ ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം ഇതിനെങ്ങനെ എഴുതും? സെറ്റ് ബിൽഡർ ഫോം ആയിട്ട് എ ഈസ് ഈക്വൽ ടു set of all x such that x is a letter of the word Mississippi. മനസ്സിലായോ? ഇങ്ങനെയാണ് റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഒരു സെറ്റിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? വീണ്ടും വീണ്ടും എഴുതിയ സാധനം തന്നെ പിന്നെയും എഴുതേണ്ട ആവശ്യമില്ല. ഇത് നോക്കിക്കേ, ഇതിന് നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് എഴുതാൻ പോവാണ്. സെറ്റ് ശ്രദ്ധിച്ച് വായിക്കുക. ഇത് ഏത് ഫോമിലാണ് തന്നേക്കുന്നത്? സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നേക്കുന്നത് അല്ലേ? Set of all x such that x is an integer and -3 less than or equal to x less than 7 എന്ന് പറഞ്ഞാൽ എന്താ? -3 തൊട്ട്, അപ്പോൾ നമ്പർ ലൈൻ വരയ്ക്കുവാണ് ഞാൻ ജസ്റ്റ്, -3ക്കും 7നും ഇടയിലുള്ള ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ എന്നാണ് ഈ സെറ്റ് പറയുന്നത്. ശരിയല്ലേ? -3ക്കും 7നും ഇടയിലുള്ള ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷനാണ് നമ്മൾ എഴുതേണ്ടത്. വളരെ സിമ്പിളായിട്ട് -3 തൊട്ട് 7 വരെ എഴുതിയാൽ പോലെ മതി. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇതിനെ ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കേ. -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന് -3 എന്ന് പറയുന്ന വാല്യൂ വരാം, പ്ലസ് -3യേക്കാൾ വലിയ വാല്യൂസും വരാം. എക്സിന് -3 എന്ന് പറയുന്ന വാല്യൂവും വരാം, -3യേക്കാൾ വലിയ വാല്യൂസും വരാം. അപ്പം നമ്മുടെ സെറ്റിൽ എന്തൊക്കെ വരും? -3, -2, -1, 0, 1, 2, 3, 4, 5, 6, 7 വരുമോ? 7 വരുമോ? ഇവിടെ ഈക്വൽ ടു ഉണ്ടോ? ലെസ് ദാൻ, സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ് ഇവിടെ ഉള്ളത് അല്ലേ? ലെസ് ദാൻ ഒരു ഈക്വൽ ടു ഇല്ല, സ്ട്രിക്ട്ലി ലെസ് ദാൻ 7 ആണ്. അപ്പോൾ എന്ത് വരില്ല? 7 അതിനകത്ത് വരില്ല. 6 വരെ മാത്രമേ വരുള്ളൂ. ശ്രദ്ധിക്കണം. ക്ലിയർ ആയോ? ഇവിടെ നോക്ക്, -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ അവിടെ ആ ബൗണ്ടറി കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആവും, ആ വാല്യൂയും കൂടെ വരും. ഇവിടെ സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്, 7 വേണ്ട, 7 വരെ മാത്രം. അപ്പോൾ 6ൽ നമ്മൾ നിർത്തണം. ഓക്കെ? അപ്പോൾ നമ്മൾ എന്താണ് കണ്ടീഷൻ എന്ന് മനസ്സിലാക്കി വേണം സെറ്റ് എഴുതാൻ. ഇതായിരിക്കും ഇതിൻ്റെ റോസ്റ്റർ ഫോം ആയിട്ട് വരിക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, x² പ്ലസ് എക്സ് -2 ഈക്വൽ ടു 0ൻ്റെ സൊല്യൂഷൻസിനെ നമ്മൾ സെറ്റായിട്ട് റോസ്റ്റർ ഫോമിൽ എഴുതാം. ഇതെന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലേ? അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സൊല്യൂഷൻസ് എന്താ? നിങ്ങൾക്ക് രണ്ട് രീതിയിലും ചെയ്യാം. വേണമെങ്കിൽ മറ്റേ നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല -b അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കിയാലും മതി. അപ്പോൾ ഇവിടെ നോക്കിയേ, x² പ്ലസ് x-2 ഈക്വൽ ടു 0 എന്ന് പറയുന്നതിൻ്റെ സൊല്യൂഷൻസ് വേണം. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അതായത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -2ഉം സം എന്ന് പറയുന്നത് 1ഉം ആവുന്ന നമ്പേഴ്സ് വെച്ച് എക്സിനെ സ്പ്ലിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് മറ്റേ ഞാൻ പറഞ്ഞതുപോലെ ക്വാഡ്രാറ്റിക് ഫോർമുല വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ എന്ത് വരും? പ്രോഡക്റ്റ് -2ഉം സം 2 ആണെങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെയാണ് വരിക? എക്സിനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ളത് 2ഉം -1ഉം ആയിരിക്കും വരിക. അതായത് ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? x² പ്ലസ് 2x മൈനസ് x-2 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇവിടുത്തെ ഫാക്ടറൈസ് ചെയ്തേ, ഈ രണ്ട് എലമെൻറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് കോമൺ ആയിട്ട് പുറത്തെടുക്കുക, x-1 പ്ലസ് ഈ രണ്ട് എലമെൻറ്റ്സ് ഒന്ന് 2 കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ x-1 ഈക്വൽ ടു 0. അതായത് x+2 ഇൻറ്റു x-1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്? x is equal to -2 അല്ലെങ്കിൽ x is equal to 1. ഇത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടും. ഈ സാധനത്തിൽ തന്നെ ഒറ്റയടിക്ക് സ്റ്റെപ്പായിട്ട് എഴുതിയാൽ മതി. ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ, അറിയാത്തവരുണ്ടെങ്കിൽ. ഓക്കെ,
അപ്പോൾ എക്സിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെ വന്നു? -2ഉം 1ഉം വന്നു. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് -2, 1. അത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? എളുപ്പമാണ്. ഇത് സോൾവ് ചെയ്യുക, സൊല്യൂഷൻസിന് നമ്മൾ സെറ്റാക്കി എഴുതി കൊടുക്കാം. അടുത്ത നോക്കൂ മക്കളെ. റൈറ്റ് ദ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് എക്സ് സ്ക്വയർ ഇസ് ലെസ് ദാൻ 40 ഇൻ റോസ്റ്റർ ഫോം. എക്സ് സ്ക്വയർ 40യേക്കാൾ ചെറുതായിട്ട് വരുന്ന എക്സുകളുടെ കളക്ഷൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നോക്കിയേ, എക്സ് ആണ് വേണ്ടത്, പക്ഷേ എക്സ് സ്ക്വയർ 40യേക്കാൾ ചെറുതായിരിക്കണം. ശ്രദ്ധിക്കണം, എക്സ് വേണം, അതിൻ്റെ സ്ക്വയർ 40നേക്കാൾ ചെറുതായിരിക്കണം. നമുക്കറിയാം 6ൻ്റെ സ്ക്വയർ 36, 7ൻ്റെ സ്ക്വയർ 49 പോയി അല്ലേ? അപ്പോൾ 40നേക്കാൾ കൂടി. അപ്പോൾ അത് പറ്റില്ല. നമുക്ക് എന്ത് മതി? 1 തൊട്ട് 6 വരെയുള്ള നമ്പേഴ്സ് മതി. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചേ, പോസിറ്റീവ് ഇൻറ്റിജറിന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഞാൻ പോസിറ്റീവ് ഇൻറ്റിജറിലാണെങ്കിൽ സെറ്റ് എ എന്തൊക്കെ വരും? 1 വരും, 2 വരും, 3, 4, 5, 6 വരും. 7 വന്നാൽ എന്താ പ്രശ്നം? 7ൻ്റെ സ്ക്വയർ 49 ആണ്. അത് നമ്മുടെ കണ്ടീഷൻ്റെ പുറത്ത് പോയി. ഇനി ഇതിപ്പോൾ പോസിറ്റീവ് ഇൻറ്റിജറിന് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക, ഇൻറ്റിജറിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സെറ്റ് എന്ത് വരും? സെറ്റ് എ എന്ന് പറഞ്ഞാൽ 1ഉം വരും, -1ഉം വരും. ശരിയല്ലേ? അതായത് 1ൻ്റെ സ്ക്വയറും <40 ആണ്, -1ൻ്റെ സ്ക്വയർ 1 <40 ആണ്, 2ൻ്റെയും -2ൻ്റെയും സ്ക്വയർ 4 ആണ്, അത് <40 ആണ്. അപ്പോൾ അങ്ങനെ 6 വരെയുള്ള എലിമെൻസിൻ്റെ നെഗറ്റീവ്സും കൂടെ ഇതിനകത്ത് വന്നേനെ. എപ്പോൾ? ഇവിടെ പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറയാതെ ഇൻറ്റിജറിന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ 1 -1, 2 -2, 3 -3, 4 -4, 5 -5, 6 -6 എന്ന് വന്നേനെ. ഇൻറ്റിജർ ആയിരുന്നെങ്കിൽ. ഇത് പോസിറ്റീവ് ഇൻറ്റിജർ ആയതുകൊണ്ട് ഇത്രയും മാത്രം നമ്മൾ എഴുതിയാൽ മതി. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസ് കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ എഴുതുന്ന സമയത്ത് അതുകൂടെ ശ്രദ്ധിക്കുക. സിമ്പിൾ അല്ലേടാ? ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കൺസെപ്റ്റ്സ് കിട്ടിയ കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇത് നോക്കിയേ, ഈ സെറ്റിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. സെറ്റിനൊന്ന് നോക്കിക്കേ, ഒന്ന് നന്നായിട്ടൊന്ന് നോക്കിക്കേ. 1, 4, 9, 16, 25, അടുത്ത എന്തായിരിക്കും? 36. അത് കഴിഞ്ഞ് എന്തായിരിക്കും? 49. എവിടുന്നാ? നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിനെയാണ് ഈ എഴുതിയേക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഈ സെറ്റ് ബിൽഡർ ഫോമിൽ സെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. എങ്ങനെയുള്ള എക്സുകളാണ് മക്കൾ ഇവിടെ ഉള്ളത്? ഈ സെറ്റിനകത്തുള്ള എക്സുകളുടെ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണ്? ഇത് എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ ആണ്, ഇത് 2ന്റെ സ്ക്വയർ ആണ്, ഇത് 3ന്റെ സ്ക്വയർ ആണ് അല്ലേ? അപ്പൊ ഇവിടെയുള്ള എക്സുകളൊക്കെ എന്താണ്? സ്ക്വയറുകളാണ്. അപ്പൊ നമുക്ക് പറയാം സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x is square of natural numbers. X is a square of natural numbers. അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പം 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതങ്ങനെ സെറ്റിൽ അങ്ങനെ അങ്ങ് പൊക്കോളും. ക്ലിയർ ആയോ? ഇനി ഇപ്പോൾ സപ്പോസ് ഇതിവിടെ കുത്തുകളില്ല, 25 വരെ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, 25 വരെ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഞാൻ എഴുതുന്നത് സെറ്റ് 1, 4, 9, 16, 25 അവിടെ സ്റ്റോപ്പായി. പിന്നെ അങ്ങോട്ട് ഞാൻ എലമെൻറ്റ്സ് പറയുന്നില്ല. ഈ ഒരു 5 എലമെൻറ്റ്സ് ഉള്ളത് മാത്രമേ പറയുന്നുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. മനസ്സിലായോ? അപ്പോൾ 5 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ വരുന്ന സെറ്റ്. ഇവിടെയാണെങ്കിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വരും. ഇവിടെ കുത്തിരിട്ട് അങ്ങനെ അങ്ങ് പോവുക ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, 5 വരെ മാത്രമേ ഉള്ളൂ. അവിടെ ബ്രാക്കറ്റ് ക്ലോസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? 5 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സെറ്റ് എന്ന് കൊടുക്കാം. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും കൊടുക്കാം. സ്ട്രിക്ട്ലി ലെസ് ദാൻ 6 എന്ന് കൊടുത്താലും പ്രശ്നമില്ല. ഇവിടെ 25 ഉള്ളത് കൊണ്ട് 5 എന്തായാലും വരണം. അപ്പം 5ലാണ് നിങ്ങൾ നിർത്തുന്നുണ്ടെങ്കിൽ ലെസ് ദാൻ ഒരു ഈക്വൽ ടു കൊടുക്കാൻ മറക്കരുത്. 6 കൊടുക്കുന്നുണ്ടെങ്കിൽ സ്ട്രിക്ട്ലി ലെസ് ദാൻ കൊടുക്കുക. അപ്പം 5 ഓട്ടോമാറ്റിക്കായിട്ട് നിന്നോളും. ഇതൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഈസി ആയിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അടുത്ത് നോക്കിക്കേ, ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. ഒന്ന് ഒബ്സർവ് ചെയ്തേ മക്കളെ. 5 എലമെന്റ്സേ ഉള്ളൂ. 1/2, 2/3, 3/4, 4/5, 5/6. എന്താ ചെയ്യുക? ഒന്നിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയത് താഴെ, ആ 2 ഇവിടെ, അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയത് താഴെ അല്ലേ? അങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പം നോക്കിക്കോ, ശ്രദ്ധിച്ചോ. എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ n ഡിവൈഡഡ് ബൈ
n plus 1 such that n is a natural number less than or equal to 5. എങ്ങനെ വന്നേ നോക്കിക്കേ. ഞാൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? 1 2 3 4 എക്സെട്ര. അപ്പം ഞാൻ ഒന്നാമത്തെ നാച്ചുറൽ നമ്പർ എടുത്തു. അത് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 1/1 + 1. അപ്പം എത്ര വന്നു? 1/2 വന്നു. രണ്ടാമത്തെ നാച്ചുറൽ നമ്പർ 2 2/2 + 1 എത്ര വന്നു? 2/3. മൂന്നാമത്തെ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 3/3 + 1 അതായത് 3/4. അങ്ങനെ ഇവിടെ വരെ വന്നു. അഞ്ചാമത്തെ നാച്ചുറൽ നമ്പർ വരെ എടുക്കണം. ഈ 6 എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫോർമുലയിൽ നിന്ന് കിട്ടുന്ന നമ്പറാണ്. അത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട നമ്പർ അല്ല. അതുകൊണ്ടാണ് 5ൽ നിർത്തിയത്. മേലെ വരേണ്ട നമ്പർ എത്രയാണ്? 5 ആണ്. അതുകൊണ്ടാണ് 5ൽ നിർത്തിയത്. ക്ലിയർ ആയോ? ഇതിനെ ഇങ്ങനെ മാത്രമല്ല വേറെ രീതിയിലും കൂടി എഴുതാം. എങ്ങനെയായിരിക്കും നോക്കുക. ഇതേ സാധനം തന്നെ, പക്ഷേ ചെറിയ വ്യത്യാസം. Set of all n divided by n plus 1 n such that n belongs to n. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ n ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ? n is an element of അല്ലെങ്കിൽ n belongs to n. കോമ ഇട്ടിട്ട് എഴുതാം n less than or equal to 5. രണ്ടും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരേ സെറ്റിനെയാണ്. ഇതിലേത് രീതിയിൽ വേണമെന്ന് നിങ്ങൾക്ക് എഴുതാം. നിങ്ങളുടെ ചോയ്സ് ആണത് കേട്ടോ. അപ്പം n is a നാച്ചുറൽ നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശദീകരിച്ച് എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് n belongs to n എന്ന് കൊടുക്കാം. ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കോമ ഇട്ടിട്ട് ആ കണ്ടീഷനും കൂടെ കോമ ഇട്ടങ്ങ് എഴുതിയാൽ മതി. ഇതാണ് സെറ്റ് ബിൽഡർ ഫോമിൽ വരിക. ഓക്കെ ആണല്ലോ? ക്ലിയർ ആവുന്നുണ്ടല്ലോ? യെസ്. ഇനി നോക്കിക്കേ, എം ടി സെറ്റ്. എം ടി എന്ന് പറഞ്ഞാൽ എന്താ? കാലി. അപ്പം അത് തന്നെ, കാലിയായ സെറ്റ്, ഒരു എലമെൻസും ഇല്ലാത്ത സെറ്റ്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണേ. എ ഇസ് ഈക്വൽ ടു set of all x such that x is greater than 5 and x is less than 0. 5നേക്കാൾ വലുതും 0നേക്കാൾ ചെറുതുമായിട്ടുള്ള ഒരു നമ്പർ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ കളക്ഷൻസ്. അങ്ങനെ നമ്പേഴ്സ് ഉണ്ടാവുമോ? 0 5 ഇതിനേക്കാൾ വലുതും ആവണം, ഇതിനേക്കാൾ ചെറുതും ആവണം. അങ്ങനെ നമ്പേഴ്സ് ഉണ്ടാവുമോ? അങ്ങനെ നമ്പേഴ്സ് ഉണ്ടാവില്ല. അപ്പം ഇതെന്താണ്? എലമെൻറ്റുകളൊന്നും ഇല്ലാത്തൊരു സെറ്റാണ്. നിങ്ങൾ ഒന്നുകിൽ എന്ത് ചെയ്യണം മക്കളെ? ഈ കേളി ബ്രാക്കറ്റ്സ് മാത്രം ഇങ്ങനെ ഇട്ട് വെക്കണം. അപ്പം ഇതെന്തായി? എം ടി സെറ്റായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു കാര്യമാണ് a equal to 5. a equal to 5. ഈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ടി സെറ്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ സെറ്റിനുള്ളിൽ 5 ഇട്ട് വെക്കരുത്. ഒന്നുകിൽ ഈ സെറ്റ് കേളി ബ്രാക്കറ്റ്സ് മാത്രം എം ടി ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ 5 ആയിട്ട് എഴുതുക. അപ്പോൾ ഈ രണ്ട് കേസസ് ആണ് നമ്മൾ എം ടി സെറ്റുകൾ ഡിനോട്ട് ചെയ്യാൻ എടുക്കുന്നത്. ക്ലിയർ ആണോ? എം ടി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻറ്റുകൾ ഒന്നും ഇല്ലാത്ത സെറ്റ്. ഓക്കെ, ഇപ്പം ഞാൻ പറയാണ് ഓഡ് നമ്പർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 2. 2 കൊണ്ട് നിങ്ങൾക്ക് ഹരിക്കാൻ പറ്റുന്ന ഓഡ് നമ്പേഴ്സിൻ്റെ കളക്ഷൻ. അങ്ങനെ ഒരു നമ്പർ ഉണ്ടാവുമോടാ? അങ്ങനെ നമ്പർ ഉണ്ടാവുമോ? ഇപ്പം ഞാൻ പറഞ്ഞത് എന്താണ്? കളക്ഷൻ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ 2. ഈവൻ നമ്പേഴ്സിനെ അല്ലേ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുള്ളൂ, ഓടിന് പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇതെന്താണ്? എം ടി സെറ്റാണ്. ഇത് ഒന്നാമത്തെ എക്സാമ്പിൾ, ഇത് രണ്ടാമത്തെ എക്സാമ്പിൾ. അപ്പോൾ നമുക്കിവിടെ പറയാം ഈ സെറ്റ് ബി യു എന്താണ്? 5 ആണ്. അല്ലെങ്കിൽ ബീനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എം ടി സെറ്റായിട്ട് എഴുതാം. ഇതിന് എം ടി സെറ്റ് എന്ന് മാത്രമല്ല നൾ സെറ്റ് വോയിഡ് സെറ്റ് എന്നൊക്കെ പറയും കേട്ടോ. നൾ സെറ്റ്, വോയിഡ് സെറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ എം ടി സെറ്റാണ്. ആരോരുമില്ലാതെ അനാഥനായി കിടക്കുന്ന ഒരു കാലി സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഫൈനൈറ്റ് സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റുമാണ്. മക്കളെ, നമ്മൾ ഇപ്പം നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുവാന്ന് വിചാരിക്കാം. 1 2 3 4 5 6 എക്സെട്ര എന്ന് പറഞ്ഞാൽ അങ്ങനെ പോവും. ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? ഈ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് അറിയില്ല അല്ലേ? അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എത്ര വലിയ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് വേറൊരു നമ്പറും കൂടി ഉണ്ടാവും അല്ലേ? അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് കൗണ്ട് ചെയ്ത് എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എത്ര എലമെൻറ്റുകളുണ്ട് എന്ന് പറയാൻ പറ്റാത്ത എലമെൻറ്റ് സെറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുക. ഇൻഫൈനൈറ്റ്. ഓക്കെ, അപ്പം എ ഈക്വൽ ടു 1 2 3 ഇതെന്താണ്? 3 എലമെൻറ്റുകളുള്ള അല്ലെങ്കിൽ കൗണ്ട് ചെയ്ത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്ന എലമെൻറ്റുകളുള്ള സെറ്റാണ്. അതിന് നമ്മൾ എന്ത് പറയും? ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. എന്താ മക്കളെ പറയുന്നത്? ഫൈനൈറ്റ് സെറ്റ്. അപ്പോൾ ഫൈനൈറ്റും ഇൻഫൈനൈറ്റും.
ഓക്കെ ആണല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. X is a letter in English alphabet. X is in English alphabet. അപ്പോൾ എന്തായി? ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ ABCD തൊട്ട് Z വരെയുള്ള കളക്ഷനാണ്. അതിനകത്തുള്ള ഒരു എലമെൻറ്റ് എക്സ്. അപ്പോൾ എന്തായി? അതൊരു ഫൈനൈറ്റ് ആണ്. 26 എലമെൻറ്റ്സ് ഉള്ള അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഉള്ള ഒരു കളക്ഷനാണ് ആൽഫബറ്റ്. അപ്പോൾ അതിനകത്തുള്ള ഒരാളെന്ന് പറയുമ്പോൾ എന്താണ്? അത് ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു കളക്ഷൻ ആയിരിക്കും അല്ലേ? യെസ്. ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ് സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ്. X is an odd number. ഫൈനൈറ്റ് ആണോ? എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും? ഇഷ്ടം പോലെ ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും അല്ലേ? നമുക്ക് അത് കറക്റ്റായിട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ദാറ്റ് ഇസ് എൻ ഇൻഫൈനൈറ്റ് സെറ്റ്. ഇത് ഫൈനൈറ്റ് ആണ്, ഇത് ഇൻഫൈനൈറ്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എം ടി സെറ്റ് പഠിച്ചു, ഫൈനൈറ്റ് സെറ്റ് പഠിച്ചു, ഇൻഫൈനൈറ്റ് സെറ്റ് പഠിച്ചു. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഈക്വൽ സെറ്റിനെ കുറിച്ചാണ്. രണ്ട് സെറ്റുകൾ ഈക്വൽ ആവണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് സെറ്റിലും ഒരേ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ തൊട്ട് മുന്നേ പറഞ്ഞതിലെ ഫൈനൈറ്റ് സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാകും എന്നുള്ളതിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ? ഇവിടെ 3 എലമെൻറ്റ്സ് ഉണ്ട്, ഇവിടെ 26 എലമെൻറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറയുമ്പം അതിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വന്നു അല്ലേ? ആ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്നുള്ള ഇതിനെയാണ് നമ്മൾ കാർഡിനാലിറ്റി എന്ന് പറയുക. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റിൽ എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് സെറ്റുകൾ ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ അവരുടെ കാർഡിനാലിറ്റി സെയിം ആയിരിക്കണം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ രണ്ട് സെറ്റുകൾ ഈക്വൽ ആണെങ്കിൽ അവരിൽ ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം ആൻഡ് ആ എലമെൻറ്റ്സ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. A ഈക്വൽ ടു AEI, B ഇസ് ഈക്വൽ ടു IAE. ഈ രണ്ട് സെറ്റുകൾ ഈക്വൽ ആണോ? ഈക്വൽ ആണ്. എന്തുകൊണ്ടാ? ഇതിൽ നമ്മളിങ്ങനെ ഏത് ഓർഡറിൽ എഴുതുന്നു എന്നുള്ളതിന് ഒരു പ്രസക്തിയില്ല. നമ്മൾ A ആദ്യം എഴുതിയാലും I ആദ്യം എഴുതിയാലും അതിലൊന്നും പ്രസക്തിയില്ല. കണ്ടന്റ് എന്താണ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഏതാണ് എന്നുള്ളതിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് എലമെൻറ്റ്സ്? A ഉണ്ട്, E ഉണ്ട്, I ഉണ്ട്. Bയിലോ 3 എലമെൻറ്റ്സ് ഉണ്ട്. A ഉണ്ട്, E ഉണ്ട്, I ഉണ്ട്. ഈക്വൽ സെറ്റ്സ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ സെറ്റുകൾ ഈക്വൽ ആവണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് A നമ്മൾ N ഓഫ് A എന്നാണ് ഡിനോട്ട് ചെയ്യുക. N of A, number of elements of A, number of elements of B സെയിം ആയിരിക്കണം. പിന്നെ എലമെൻസും ഈക്വൽ ആയിരിക്കണം. എലമെൻറ്റ്സ് ആർ ഓൾസോ ഈക്വൽ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ സെറ്റുകൾ ഈക്വൽ ആണ് എന്ന് പറയും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റിലേക്കാണ് പോകുന്നത് മക്കളെ. സബ് സെറ്റ് ഓഫ് എ സെറ്റ്. സബ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെറ്റ് എന്ന് പറയുന്നത് വലിയൊരു കഷ്ണമായിട്ട് നിങ്ങൾ ആലോചിക്കുക. അതിൻ്റെ ഒരു ചെറിയ ഭാഗം, അതാണ് സബ് സെറ്റ്. മനസ്സിലായോ? നിങ്ങൾ ഡിസ്ട്രിക്ട് കലോത്സവം അല്ലെങ്കിൽ സ്പോർട്സ് മത്സരങ്ങളൊക്കെ ഉണ്ടാവും. അതിന് മുന്നേ എന്ത് നടക്കും? സബ് ജില്ല നടക്കും അല്ലേ? സബ് ഡിസ്ട്രിക്ട് നടക്കും. അത് തന്നെ ജില്ല എന്ന് പറയുന്നത് വലിയ മത്സരമാണ്. അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് സബ് ജില്ല നടക്കും. ശരിയല്ലേ? അതുപോലെ തന്നെയാണ് ഈ സബ് സെറ്റ് എന്ന് പറയുന്നത്. സെറ്റ് എന്ന് പറയുന്നത് വലിയ ഒരു കഷ്ണമാണെങ്കിൽ അതിലൊരു ചെറിയ കഷ്ണമാണ് ആര്? സബ് സെറ്റ് എന്ന് പറയുന്നത്. ഈ ചിത്രം ഉണ്ടല്ലോ, ഞാൻ വെറുതെ വരച്ചതല്ല. നമ്മൾ സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡയഗ്രമാണ് ഇത്. അതായത് ഒരു വലിയ സെറ്റിനെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എലമെന്റ്സ് ഒക്കെ എടുക്കുന്ന ഒരു മേജർ സെറ്റിനെ നമ്മളൊരു റെക്ടാംഗിൾ വെച്ച് ഡിഫൈൻ ചെയ്യുന്നു. അതിനുള്ളിൽ വരുന്ന കുഞ്ഞു സെറ്റുകളെ നമ്മൾ ഈ സർക്കിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? വെൻ ഡയഗ്രം എന്ന് പറയാം. വെൻ ഡയഗ്രം എന്ന് പറയും. അപ്പൊ ഞാനിപ്പോ ചെയ്തേക്കുന്നത് എന്താ മക്കളെ? ഇതൊരു വലിയ സെറ്റാണ് എന്നെടുത്തു. ഇതിന്റെ ഒരു ചെറിയ ഭാഗം ഇതാണ് എന്ത്? സബ് സെറ്റ്. ഞാനിപ്പോ പറഞ്ഞ ജില്ല, സബ് ജില്ല, അതുപോലെ തന്നെ കൂട്ടിയാൽ മതി. ഇത് സെറ്റ് ആണെങ്കിൽ ഇതെന്താണ്? സബ് സെറ്റ് ആണ്. ഇതാണ് കൺസെപ്റ്റ്. ഇനി എങ്ങനെയാണ് ഇതിന്റെ ഒരു ആൾജിബ്രൈക് ഡെഫിനിഷൻ എന്ന് പറയുന്നത്? നോക്കിയേ. സെറ്റ് ടു ബി സബ്സെറ്റ് ഓഫ് എ സെറ്റ് ബി. എ എന്ന് പറയുന്ന സെറ്റിനെ ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറയണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റും എന്തായിരിക്കണം? ബിയിലെ എലമെന്റും കൂടി ആയിരിക്കണം. എയിലുള്ള ഏത് എലമെന്റ് എടുത്താലും അത് ബിയിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ സ്കൂൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അതൊരു വലിയ സെറ്റാണ് അല്ലേ? അതൊരു വലിയ സെറ്റാണ്. അപ്പൊ നിങ്ങളുടെ ക്ലാസ് +1
+1 എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രൂപ്പാണ്. അപ്പൊ ആ സ്കൂളിന്റെ ഒരു ചെറിയ ഭാഗമാണ് നിങ്ങൾ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ ഇതിനകത്ത് ഞാൻ വരച്ചതുപോലെ ഈ വലിയ റെക്ടാങ്കിൾ ആണ് നിങ്ങളുടെ സ്കൂൾ എന്ന് വിചാരിക്കാം. അപ്പൊ അതില് ഒരു ചെറിയ കഷ്ണമാണ് നിങ്ങൾ 11th സ്റ്റാൻഡേർഡിലെ കുട്ടികൾ. അപ്പൊ അതിന് വേറൊരു കണക്ഷൻ എവിടെ ഉണ്ടാവുമല്ലോ, ഇവരാരാ 12th സ്റ്റാൻഡേർഡിലെ കുട്ടികൾ ഉണ്ടാവും. അപ്പോ ഈ ഡെഫിനേഷൻ പ്രകാരം എങ്ങനെയാണ് നിങ്ങൾ സ്കൂളിന്റെ സബ്സെറ്റ് ആവുന്നത്? എങ്ങനെയാ? നിങ്ങളുടെ ക്ലാസ്സിൽ ഏത് കുട്ടീനെ എടുത്താലും ആ കുട്ടി ആ സ്കൂളിലെ കുട്ടിയല്ലേ, അല്ലേ? അപ്പോഴല്ലേ നിങ്ങളുടെ ക്ലാസ്സിൽ വരുള്ളൂ, അല്ലെ? അപ്പൊ നമുക്ക് പറയാം നിങ്ങളുടെ ക്ലാസ്സിൽ ഏത് കുട്ടീനെ എടുത്തു കഴിഞ്ഞാലും ആ കുട്ടി നിങ്ങളുടെ സ്കൂളിലെ കുട്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണ്? സ്കൂളിന്റെ സബ്സെറ്റ് ആണ്. 11ാം ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ് നിങ്ങളുടെ സ്കൂളിന്റെ ഒരു സബ്സെറ്റ് ആണ്. അപ്പൊ 12ാം ക്ലാസ്സിലെ ഒരു കുട്ടീനെ എടുത്തു, 12ാം ക്ലാസ്സിലെ കുട്ടിയും എന്ത് തന്നെയാണ്? ആ 12ാം ക്ലാസ്സിൽ ഏത് കുട്ടീനെ എടുത്താലും ആ കുട്ടി ആ സ്കൂളിലെ കുട്ടിയായിരിക്കും, ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? 12ാം ക്ലാസ് എന്ന് പറയുന്നതും ആ സ്കൂളിന്റെ ഒരു സബ്സെറ്റ് ആണെന്ന് പറയും. അപ്പൊ നിങ്ങൾ 11ലെയോ 12ലെയോ ഒക്കെ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ എന്താണ്? സ്കൂളിലും ഉള്ള കുട്ടികളാണ്. അപ്പൊ നിങ്ങളൊക്കെ എന്താണ്? സ്കൂളിന്റെ സബ്സെറ്റുകളാണ്. ക്ലിയർ ആയോ മക്കളെ? അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒരു സെറ്റ് എ ബി എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആവണമെങ്കിൽ എയിലുള്ള ഏത് എലമെന്റ് എടുത്താലും അതെന്താവണം? ബിയിലും കൂടെ ഉണ്ടാവണം. അപ്പൊ ശരിയല്ലേ? ഇപ്പൊ ഞാനിതാ ഇത് ഈ സെറ്റ് വലിയൊരു സെറ്റാണ്. ഇപ്പൊ ഇതിലിങ്ങനെ കുറെ എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ എലമെന്റിനെ എടുത്തു കഴിഞ്ഞാൽ അത് ഈ സബ്സെറ്റിനകത്തും ഉണ്ട്, അത് ഓൾറെഡി ഈ സെറ്റിലും ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടെ പുറത്തുള്ളൊരു സാധനം എടുക്കുന്നതെന്ന് വിചാരിക്കാം, അത് ഇതിനകത്ത് ഉണ്ടാവും? ഇല്ല. അപ്പം ഇതിനകത്ത് ഇല്ലാത്ത എലമെന്റ്സ് പുറത്തുണ്ട്, പക്ഷെ ഇതിലുള്ള ഏതെടുത്താലും അത് വലിയ സെറ്റിലുണ്ട്. സബ്സെറ്റിലുള്ള ഏതെടുത്തു കഴിഞ്ഞാലും അത് വലിയ സെറ്റിൽ ഉണ്ടാവും. ഇങ്ങനെ വരികയാണെങ്കിൽ എയിലുള്ള ഏത് സെറ്റ് ഏത് എലമെന്റ് എടുത്താലും ബിയിൽ വരികയാണെങ്കിൽ എ നമ്മൾ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയും. അതിന് ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇങ്ങനെ ചെയ്യും, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് ഇങ്ങനെയും ചെയ്യും. ഇതിന്റെ മീനിങ് എന്താ? സബ്സെറ്റ് ഓഫ് ബി. ഇവിടെ നമ്മൾ ഈ ലെസ് ദാൻ or ഈക്വൽ ടു പറയൂലേ, അതേ കൺസെപ്റ്റ് ആണ്. സ്ട്രിക്ട്ലി എന്ന് പറയുന്നത് പോലെയാണ്. അതായത് എ ഒരിക്കലും ബിനോട് ഈക്വൽ ആവില്ല, പക്ഷെ സബ്സെറ്റ് ആണ്. പക്ഷെ ഈ കേസിൽ എന്താണ്? വേണമെങ്കിൽ എയും ബിയും സെയിം ആവാം, അല്ലെ? എയും ബിയും സെയിം ആവാം. ഈ ഒരു കണ്ടീഷൻ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഈ ഒരു കണ്ടീഷൻ ആണ് പറയുന്നത് കേട്ടോ. അതായത് ഇപ്പൊ ഞാൻ എ എന്ന് പറയുന്ന സെറ്റ് എടുത്തു, ബി എന്ന് പറയുന്ന സെറ്റ് എടുത്തു. രണ്ട് സെറ്റുകളുണ്ട്, എ ഉണ്ട് ബി ഉണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ എയിലുള്ള ഏത് സെറ്റ് എടുത്തു കഴിഞ്ഞാലും ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ബിയിലുണ്ട്. എയിലുള്ള ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ബിയിലുണ്ട്. ബിയിലുള്ള ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും എയിലുണ്ട്. നോക്കിയേ, എയിലുള്ള ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ബിയിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എ സബ്സെറ്റ് ഓഫ് ബി ആണ്, ശരിയല്ലേ? ഇനി ബിയിലുള്ള ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും എയിലും ഉണ്ട് എന്ന് പറയാണ്. അപ്പൊ ബി എന്തായി? സബ്സെറ്റ് ഓഫ് എ ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എനെയും ബിനെയും പറ്റി പറയാൻ പറ്റുന്ന കാര്യം എന്തായിരിക്കും? അവർ രണ്ടുപേരും ഈക്വൽ സെറ്റുകളായിരിക്കും. ഓക്കെ, അപ്പൊ എ ബിയുടെ സബ്സെറ്റ് ആണ്, ബി എയുടെ സബ്സെറ്റ് ആണെങ്കിൽ അവരിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരും, അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ എലമെന്റ്സ് എടുക്കുവാണെങ്കിൽ ഒരു എലമെന്റ് എടുത്തു, ആ എലമെന്റ് എയിലുണ്ട്, അത് ബിയിലും ഉണ്ട്. ഓക്കെ, അപ്പൊ എ ബിയുടെ സബ്സെറ്റ് ആയി. ഇനി തിരിച്ച് ആ എലമെന്റ് ബിയിലുണ്ട്, അത് എയിലുണ്ട് എന്ന് പറഞ്ഞാൽ ബി സബ്സെറ്റ് ഓഫ് എ ആയി. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൂടെ വെച്ച് നമുക്ക് എന്ത് പറയാം? എ ഈക്വൽ ടു ബി ആണ് എന്നുള്ളൊരു കേസ് കൂടെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ലെസ് സബ്സെറ്റ് ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന കേസ് കൂടെ നമുക്ക് എന്തായിട്ട് വരും? നമുക്ക് അവിടെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ എന്താ? ഒരിക്കലും ഈക്വൽ ആവില്ല, പക്ഷെ എന്തായിരിക്കും? ഒരു പ്രോപ്പർ സബ്സെറ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഈക്വൽ ആവാത്ത സെറ്റുകളെ പറയുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ്. ക്ലിയർ ആയോ? അതായത് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് വലിയ സെറ്റ്, ഇതാണ് ചെറിയ സെറ്റ്. ഇതിലേക്ക് എപ്പോഴെങ്കിലും ഈക്വൽ ആയിരിക്കോ? ഇല്ല, കാരണം ഇവിടെയുള്ള വലിയ സെറ്റിലെ ഈ എലമെന്റ്സ് ഒന്നും നമുക്ക് ഇതിനകത്തോട്ട് ഇല്ല, അല്ലെ? അപ്പൊ എന്താണ്? ഇത് രണ്ടുപേരും ഒരിക്കലും ഈക്വൽ ആയിട്ടുള്ള സെറ്റുകളല്ല. ഇങ്ങനെ വരുന്ന സെറ്റുകളെയാണ് നമ്മൾ എന്ത് പറയാ? പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയും. പ്രോപ്പർ സബ്സെറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, ഇങ്ങനെ ഈക്വൽ ടു ഇടില്ല. ഇനി എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ നമ്മൾ എന്താ പറയാ? എ ആണ് സബ്സെറ്റ്, അല്ലെ? അങ്ങനെ വരുന്ന കേസിൽ ഈ ബിനെയാണ് നമ്മൾ പറയുന്നത് സൂപ്പർ സെറ്റ്. ബിനെയാണ് നമ്മൾ എന്ത് പറയാ? സൂപ്പർ സെറ്റ്. അപ്പൊ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ ബി എയുടെ എന്താണ്? സൂപ്പർ സെറ്റ് ആണ്. ഞാൻ ഈ വരച്ചേക്കുന്ന വലിയ റെക്ടാങ്കിൾ എന്താണ്? ഈ കുഞ്ഞി എയുടെ സൂപ്പർ സെറ്റ് ആണ്. മനസ്സിലായല്ലോ? യെസ്. ഇനിയുള്ളത് പവർ സെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഞാൻ പറഞ്ഞുതരാം, നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇപ്പൊ ഏത് പറയുന്നത് സെറ്റ് 1 2 3 എന്ന് പറയുന്ന സെറ്റ്.
ഇതിന്റെ സബ്സെറ്റുകൾ ആരൊക്കെയായിരിക്കും? നമ്മൾ എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എലമെന്റ് ഉള്ള ഈ സാധനം ഇല്ലേ, സെറ്റ് 1, ഇദ്ദേഹത്തിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഇനി സെറ്റ് 2 എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. സെറ്റ് 3 എന്ന് പറയുന്നതും ഇതിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. കഴിഞ്ഞിട്ടില്ല. സെറ്റ് 1,2 എന്ന് പറയുന്നത് ഒരു സബ്സെറ്റ് ആയിരിക്കും. സെറ്റ് 2,3 എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് ആയിരിക്കും. ഇനി 1,3 എന്ന് പറയുന്നതും ഒരു സബ്സെറ്റ് ആയിരിക്കും. കഴിഞ്ഞിട്ടില്ല. സെറ്റ് 1, 2, 3 എന്ന് പറയുന്നതും ഇതിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഇത് ഏത് കേസാ? ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ ലെസ് ദാൻ ഈ സബ്സെറ്റ് ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന കേസിലാണ്. എ ബി ഈക്വൽ ആവാനുള്ള കേസുണ്ട്. അപ്പൊ നമുക്ക് പറയാവുന്ന ഒരു കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു സെറ്റ് എ എടുത്തു കഴിഞ്ഞാലും അത് അതിന്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. ഏതൊരു സെറ്റ് എ എടുത്തു കഴിഞ്ഞാലും അത് അതിന്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരു സെറ്റിന്റെ സബ്സെറ്റുകൾ എഴുതുമ്പം വിട്ടുപോകാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം ആ സെറ്റിനെ തന്നെ സെറ്റ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, എം ടി സെറ്റ് ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് ആയിരിക്കും. നിങ്ങൾ ഏതൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ട്രിവിയൽ ആണെന്നാണ് പറയുക. ട്രിവിയൽ അല്ലെങ്കിൽ എന്താ പറയുക, ബൈ ഡീഫോൾട്ട് എന്നൊക്കെ പറയില്ല നമ്മൾ, ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന രണ്ട് സബ്സെറ്റുകളാണ് ആ സെറ്റും എം ടി സെറ്റും. ഏതൊരു സെറ്റ് എടുത്താലും അതിലെ സബ്സെറ്റുകളുടെ കളക്ഷനിൽ ആരൊക്കെ ഉണ്ടാവും? ആ സെറ്റും ഉണ്ടാവും, അതുപോലെ എം ടി സെറ്റും ഉണ്ടാവും. ഇത് രണ്ടും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോവുക ചെയ്യരുത്. എന്നിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ള എലമെന്റുകളെ വെച്ച് കോമ്പിനേഷൻ ആയിട്ട് സെറ്റുകൾ എഴുതാൻ. ഓക്കെ ആണല്ലോ? യെസ്. ഇനി എന്താണ് പവർ സെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ സബ്സെറ്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയുക. പവർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് എ. ഒരു സെറ്റിന്റെ എല്ലാ സബ്സെറ്റിന്റെയും കളക്ഷൻ ആണ് ആര്? പവർ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പവർ സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി ഓഫ് എ എന്ന് പറഞ്ഞിട്ടാണ്. പി ഓഫ് എ. ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റ് ഉണ്ട്, നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ. ഒരേ എന്ന് പറയുന്ന സെറ്റിന് എത്ര സബ്സെറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എ എന്ന് പറയുന്ന സെറ്റിന് എത്ര സബ്സെറ്റ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അതും പി ഓഫ് എയിൽ എത്ര എലമെന്റ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അതും സെയിം ആണ്. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ സബ്സെറ്റുകളുടെ കളക്ഷൻ. നമ്മളോട് ചോദിച്ചേക്കുന്നതാണ് എക്ക് എത്ര സബ്സെറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താ? പി ഓഫ് എയിൽ എത്ര എലമെന്റ് ഉണ്ടാവും എന്നുള്ളതിന് തുല്യമല്ലേ? അപ്പൊ ഇതിന് രണ്ടിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, 2n ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ. നോക്കിക്കേ, പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് എ ആണ്. അതിന് നമ്മൾ പി ഓഫ് എ എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുന്നത്. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ. അപ്പൊ പി ഓഫ് എയിൽ എത്ര എലമെന്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എക്ക് എത്ര സബ്സെറ്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം എഴുതുന്നത് 2n എന്നാണ്. അതായത് എയിൽ എത്ര എലമെന്റ് ഉണ്ടോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ആ നമ്പർ എന്ന് പറഞ്ഞ് എഴുതുന്നു. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, എയുടെ കാർഡിനാലിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 3 ആണ്. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് പവർ സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അതായത് എക്ക് എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എന്തായിരിക്കും പറയാ? 2e3 അല്ലെ? അപ്പൊ എത്ര എലമെന്റ്? 8 സബ്സെറ്റുകളായിരിക്കും ഉണ്ടാവുക. പവർ സെറ്റ് നോക്ക്, 1, 2, 3, 4, 5, 6, 7, 8. ശരിയല്ലേ? യെസ്. അപ്പോ എ എന്ന് പറയുന്ന എലമെന്റിന് അല്ലെങ്കിൽ സെറ്റിന് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ എക്ക് എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? 2n സബ്സെറ്റ്സ് ഉണ്ടാവും. മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഈ അടുത്ത ചാപ്റ്ററിലും അതുപോലെ തന്നെ +2 ആവശ്യം വരുന്ന ടോപ്പിക് ആണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്ന സെറ്റിന് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ പവർ സെറ്റിന് 2n എലമെന്റ്സ് ഉണ്ടാകും. അല്ലെങ്കിൽ എയുടെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് 2n ആയിരിക്കും. ഇനി ഞാൻ ഇവിടെ പറഞ്ഞ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞേ? എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കും അല്ലേ? എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കും. അവിടെ ഒരിക്കലും എന്തായിരിക്കില്ല? എ ഈക്വൽ ടു ബി ആവുന്ന കേസ് വരില്ല അല്ലെ? അപ്പോ പ്രോപ്പർ സബ്സെറ്റുകൾ, എക്ക് ഉണ്ടാവുന്ന പ്രോപ്പർ സബ്സെറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടോട്ടൽ സെറ്റുകൾ ഇല്ലേ, ഇതിൽ നിന്ന് നമ്മൾ ആ സെറ്റിനെ നമ്മൾ മൈനസ് ചെയ്യണം. നമ്മൾ എന്താ പറഞ്ഞേ?
എനേക്കാൾ ചെറിയ അല്ലെങ്കിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് സബ്സെറ്റ് ആയിട്ട് വരുന്ന എലിമെന്റ്സ് ആണ് പ്രോപ്പർ സബ്സെറ്റ്സ് അല്ലെ. ഇവിടെ നമ്മൾ എന്താ എടുത്തേക്കുന്നത്, ഈ എ തന്നെയാണ് ഇവിടെ വരുന്ന ഈ എലിമെന്റ്. അപ്പൊ പ്രോപ്പർ സബ്സെറ്റുകൾ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിന് എഴുതാം. അതാണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് എ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് എ ചോദിച്ചാൽ എന്താ പറയാ, നമുക്കറിയാം എയിലുള്ള എലമെന്റ്സ് n ആണെങ്കിൽ പവർ സെറ്റിലുള്ള എലമെന്റ്സിന്റെ എണ്ണം 2n ആണ്. ഈ പവർ സെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ വരും, എല്ലാ എലമെന്റ്സിനെയും ഓരോന്നായിട്ടുള്ളത് വരും, 2 വീതമുള്ളത് വരും, 3 വീതമുള്ളത് വരും, അതേ സെറ്റും വരും, എല്ലാം വരും. അപ്പൊ നമുക്ക് ഈ പവർ സെറ്റിലും പ്രോപ്പർ സെറ്റിലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താ വരുന്നത്, ഈ പവർ സെറ്റിൽ ആ എ എന്ന് പറയുന്ന സെറ്റ് വരും, പക്ഷെ പ്രോപ്പർ സെറ്റിൽ എ എന്ന് പറയുന്ന സെറ്റ് വരാൻ പാടില്ല. അപ്പോ ഈ 2n നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം, ആ ഒരു എലമെന്റ് അങ്ങ് മൈനസ് ചെയ്യണം. ഇവിടെ നോക്കി, ഈ എക്സാമ്പിൾ നോക്ക്, പ്രോപ്പർ സബ്സെറ്റുകൾ ആവണമെങ്കിൽ ഈ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം അല്ലെ. അപ്പൊ 2n-1 ആയിരിക്കും പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം. ക്ലിയർ ആണോ? 2n-1 ആയിരിക്കും പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം. ക്ലിയർ ആണല്ലോ മക്കളെ? ഞാൻ ഒന്നുകൂടി ഈ ഒരു ഭാഗം പറയാണ്. നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റ്, ഒറിജിനൽ സെറ്റ് എന്താണോ അത് ഒഴികെയുള്ള ബാക്കിയുള്ള സബ്സെറ്റുകളെയാണ് നമ്മൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഇനി പവർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷൻ ആണ്. അതിൽ നിങ്ങൾ മറന്നു പോകാൻ പാടില്ലാത്ത 2 ആളുകളാണ് ആ ഒറിജിനൽ സെറ്റും എലമെന്റ് 5 എന്ന് പറഞ്ഞാൽ നൾ സെറ്റ്. ഇനി ടോട്ടൽ സബ്സെറ്റ്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 2n ആണ് വരിക. n ആണ് എയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം. ഇനി നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 2n-1 ആണ് ചെയ്യുന്നത്. ഇത്രയുമാണ് നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ വെൻ ഡയഗ്രാം നമ്മൾ എന്താ ചെയ്തിരുന്നത്, ഇവിടെ നമ്മളൊരു റെക്ടാംഗിൾ വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ മേജർ സെറ്റ്. ഓക്കെ, വലിയ സെറ്റ് ഇതാണ്. ഇതിനുള്ളിൽ കുഞ്ഞി സർക്കിൾസ് ആയിട്ടാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുക, സബ്സെറ്റുകളെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി വേറൊരു കാര്യം ഇവിടെ പറയാനുള്ളത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. യൂണിവേഴ്സൽ സെറ്റ്. ഇപ്പോ ഞാനൊരു സെറ്റ് എടുക്കുകയാണ് എ. 1 2 3 4 5 6 7 8 9 10. ഇവിടുന്ന് ഒരു പി എന്ന് പറയുന്ന സെറ്റ് എടുക്കുന്നു, 1 2 3. ക്യൂ എന്ന് പറയുന്ന സെറ്റ് എടുക്കുന്നു, 2 3 4. ഓക്കെ, അല്ലെങ്കിൽ 2 3 4 വേണ്ട, ഒരു 5 3 4. ഓക്കെ, ആർ എന്ന് പറയുന്ന സെറ്റ് എടുക്കുന്നു, 1 2. ഓക്കെ, ഈ സെറ്റ് നോക്കിക്കേ, ഈ സെറ്റും ഏത് പറയുന്ന സെറ്റും തമ്മിലുള്ള ഒരു ബന്ധം നോക്കിക്കേ. 1 2 3 എന്ന് പറയുന്ന എലമെന്റ് പിയിലുണ്ട്, 1 2 3 എന്ന് പറയുന്ന എലമെന്റ് എയിലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം, പി സബ്സെറ്റ് ഓഫ് എ അല്ലേ? അതെ. ഇനി ക്യൂ എന്ന് പറയുന്ന എലമെന്റ് നോക്കിക്കേ, 5 3 4. അത് എവിടെയുണ്ട്, 5ഉം 3ഉം 4ഉം എയിലുണ്ട്. അപ്പൊ നമുക്ക് പറയാം ക്യൂവും എന്താണ്, സബ്സെറ്റ് ഓഫ് എ ആണ് അല്ലെ, പി സബ്സെറ്റ് ഓഫ് എ ആണ്. അതുപോലെ തന്നെ ആറും സബ്സെറ്റ് ഓഫ് എ അല്ലേ, ആറും സബ്സെറ്റ് ഓഫ് എ ആണ്. നമുക്ക് പറയാം ഈ 3 സെറ്റുകളും എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, ഈ വലിയ സെറ്റായിട്ടുള്ള എയിൽ നിന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇപ്പൊ പറയുന്ന എല്ലാ സെറ്റുകളും എടുത്തിരിക്കുന്നത് വലിയ സെറ്റായിട്ടുള്ള എയിൽ നിന്നാണ്. അങ്ങനെയുള്ള ഒരു വലിയ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാ. അപ്പൊ നമ്മുടെ ഈ വെൻ ഡയഗ്രാമിനകത്ത് ഈ റെക്ടാംഗിൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ പറയുന്ന യൂണിവേഴ്സൽ സെറ്റിനെയാണ്. ഇനി ഈ പിനെയും ക്യൂനെയും ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. കുറെ സെറ്റുകൾ വരുമല്ലോ, അപ്പൊ അതിനെ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഏതൊക്കെ സെറ്റുകളുടെ മേലെയാണോ വർക്ക് ചെയ്യുന്നത് ആ സെറ്റുകൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്, ഒരു മദർ സെറ്റ് അല്ലെങ്കിൽ ഒരു വലിയ സെറ്റ്, ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. അതിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന സബ്സെറ്റുകളാണ് ഈ കാണുന്നവരൊക്കെ. വെൻ ഡയഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ പുറമേ വരയ്ക്കുന്ന ഈ റെക്ടാംഗിൾ എന്താണ്, യൂണിവേഴ്സൽ സെറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ബാക്കിയുള്ളതൊക്കെ സബ്സെറ്റുകളാണ്. ഇതൊക്കെ നിങ്ങൾ കുറച്ചും കൂടി നമ്മൾ ഓപ്പറേഷൻസും കാര്യങ്ങളും പഠിക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് പറയും. ഞാൻ ഈ സബ്സെറ്റിന്റെ കൺസെപ്റ്റ് പറയാൻ വേണ്ടി ഇവിടെ വെൻ ഡയഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു റിസൾട്ട് കൂടെ, ഈ റിസൾട്ട് ഓൾറെഡി പഠിച്ചു അല്ലേ. എ സബ്സെറ്റ് ഓഫ് ബിയും ബി സബ്സെറ്റ് ഓഫ് എയും ആണെങ്കിൽ എന്താണ്, എ ഈക്വൽ ടു ബി ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്, അതായത് ഇതിന്റെ കൺസെപ്റ്റ് എന്താ, എയിലുള്ള എല്ലാ എലിമെന്റ്സും ബിയിലുണ്ട് എന്നാണ് എ സബ്സെറ്റ് ഓഫ് ബിന്റെ അർത്ഥം. ബിയിലുള്ള എല്ലാ എലിമെന്റ്സും എയിലുണ്ട് എന്നാണ് ബി സബ്സെറ്റ് ഓഫ് എയുടെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് രണ്ടുപേർക്കും ഒരേ എലിമെന്റ്സ് ആണ് ഉണ്ടാവുക. സോ എ ഈക്വൽ ടു ബി ആയിരിക്കും. ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ.
ആദ്യം നമുക്ക് ഒരു സെറ്റിന് റോസ്റ്റർ ഫോമിൽ എഴുതാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എയുടെ എല്ലാ സബ്സെറ്റുകളും എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 3 മാർക്കിന് നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിയേ, A is the collection of all natural numbers less than 3. അപ്പൊ ഏത് പറയുന്ന സെറ്റിൽ വരുന്ന എലമെന്റ്സ് എന്തൊക്കെയായിരിക്കും? 0 വരുമോ? 0 വരുമോ? 0 വരില്ല. നാച്ചുറൽ നമ്പർ ആണ്. സോ 1 വരും, 2 വരും. ലെസ് ദാൻ 3 എന്നാ പറഞ്ഞേ. ലെസ് ദാൻ ഒരു ഈക്വൽ ടു ഇല്ല, ലെസ് ദാൻ 3 ആണ്. അപ്പൊ 3 വരാൻ പാടില്ല. അപ്പൊ ഇവിടെ 1ഉം 2ഉം സെറ്റ് എ വന്നു. ഇനി ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കേസ്. ഈ ഒരു സാധനം എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് അവിടെ വീണു കേട്ടോ. വളരെ സിമ്പിൾ ആണ്. അടുത്ത് നോക്കിയേ, റൈറ്റ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ. ഓൾ സബ്സെറ്റ്സ് ഓഫ് എ എന്താ മക്കളെ വരിക? ഓൾ സബ്സെറ്റ്സ് ഓഫ് എ. സെറ്റ് 1 വരണം അല്ലെ? പിന്നെ എന്ത് വരണം? സെറ്റ് 2 വരണം. പിന്നെ 2ഉം കൂടി ഉള്ളത് വരണം. അപ്പൊ ആ സെറ്റായി. പിന്നെ എന്ത് വരണം? എം ടി സെറ്റ് 5ഉം കൂടെ വരണം. അപ്പൊ എത്ര എലമെന്റ്സ് ഉണ്ട്? 4 സബ്സെറ്റുകളാണ് ഉണ്ടാവുക. ശരിയല്ലേ? എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 2. അപ്പൊ പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് വരും? 2 4 എലമെന്റ്സ്. 4 വരും. സിമ്പിൾ അല്ലേ? 3 മാർക്ക് വന്ന് വീണത് കണ്ടോ? അടുത്ത ചോദ്യം വീണ്ടും 3 മാർക്കിന്റെ. എ എന്ന് പറയുന്നത് 1 2 3 എന്ന് പറയുന്ന സെറ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ്? 2 raised to n. അതായത് ഇവിടെ 3 ആണ് വരിക. അപ്പൊ 2 ക്യൂബ് വരും, 8 എലമെന്റ്സ് വരും. ഇനി റൈറ്റ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ ഹാവിംഗ് 2 എലമെന്റ്സ്. എയുടെ 2 എലമെന്റ്സ് വരുന്ന സബ്സെറ്റുകൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തൊക്കെ വരിക? 1 2 വരും, 2 3 വരും, പിന്നെ ഇത് വരും 1 3 വരും. 2 മാർക്ക് കിട്ടിയത് കണ്ടോ? എത്ര സിമ്പിൾ ആയിട്ടാ. ഇവിടെ ഒരു മാർക്ക്, ഇവിടെ ഒരു മാർക്കും കിട്ടിയത്. 2 മാർക്ക് കിട്ടിയത്. ഇവിടെ 3 മാർക്കിന്റെ ചോദ്യം. വെരി വെരി സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഓക്കെ, ക്വസ്റ്റ്യൻ അല്ല. ഇനി നമ്മൾ അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാണ്. സബ്സെറ്റ്സ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഈ റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ച നാച്ചുറൽ നമ്പേഴ്സിന്റെയും സീറോയിന്റെയും ഇന്റിജേഴ്സിന്റെയും ഫ്രാക്ഷൻസ് അല്ലെ? ഫ്രാക്ഷൻസ് വരും, പിന്നെ ഇറാഷണൽ നമ്പേഴ്സ് വരും. ഇതിന്റെയൊക്കെ ഒരു കളക്ഷൻ ആണ് ആര്? ഈ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മൾ ഒരു സബ്സെറ്റ് ഇങ്ങനെ ഒരു ഇതായിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചു അല്ലെ? പിന്നെ നമ്മൾ സീറോയും കൂടെ ചേർത്ത് ഹോൾ നമ്പേഴ്സ് പഠിച്ചു. പിന്നെ നമ്മൾ നെഗറ്റീവ്സും കൂടെ ചേർത്തിട്ട് എന്ത് പഠിച്ചു? ഇന്റിജേഴ്സ് Z പഠിച്ചു അല്ലെ? പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഫ്രാക്ഷൻസ് P/Q ഫോമിലുള്ള റാഷണൽ നമ്പേഴ്സ് പഠിച്ചു. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇറാഷണൽ നമ്പേഴ്സ് പഠിച്ചു. അങ്ങനെ എല്ലാം കൂടി എന്തായി? എല്ലാം കൂടെ ചേരുന്ന വലിയൊരു സെറ്റായി റിയൽ നമ്പേഴ്സ്. ഞാൻ ഇറാഷണൽ നമ്പേഴ്സ് ഇങ്ങനെ വരച്ചാൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഇറാഷണൽ നമ്പേഴ്സ് വേറെ തന്നെ വരയ്ക്കണം. അതുകൊണ്ടാണ് കൂടെ കൂടാത്തത്. അപ്പൊ എല്ലാം കൂടി ചേർന്ന ഒരു അവിയൽ വരുവാണ് ആര്? റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ ഞാനിവിടെ നമ്മൾ എപ്പോഴും റിയൽ നമ്പേഴ്സിനെ നമ്പർ ലൈനിലാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലെ? നോക്കിയേ, ഇപ്പൊ 0 വന്നു, 1 വന്നു, 2 വന്നു, 3 വന്നു. എടാ, ഈ 0ന്റെ 1ന്റെ ഇടയ്ക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട്? എത്ര നമ്പേഴ്സ് ഉണ്ട് 0ന്റെ 1ന്റെ ഇടയ്ക്ക്? നിങ്ങളുടെ സ്കെയിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാം ഒരു 10 ഡിവിഷൻസ് കാണാം അല്ലെ? അത്ര നമ്പേഴ്സേ ഉള്ളോ? ആണോ? ഇല്ല അല്ലെ? 0.000001 വരാം, 0.99999998 വരാം. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര നമ്പേഴ്സ് വേണമെങ്കിലും നമുക്ക് വരാം അല്ലെ? അപ്പൊ ശരിക്കും ഒരു സീറോയിന്റെ 1ന്റെ ഇടയിലുള്ള റിയൽ നമ്പേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് ആണ്. ഇൻഫൈനൈറ്റ് നമ്പേഴ്സ്. നമുക്ക് എത്ര നമ്പർ ഉണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലെ? അപ്പോ നമുക്ക് ഈ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റുകളെ പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റുകളെ, അപ്പൊ നമ്മൾ ടോട്ടൽ ഇതിപ്പോ 6 ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി ഇങ്ങനെയുള്ള വലിയ ഒരു നമ്പർ ലൈനിലെ സബ്സെറ്റുകളെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇന്റർവെല്ലുകളായിട്ടാണ്. എങ്ങനെയാ മക്കളെ? ഇന്റർവെൽസ് ആയിട്ടാണ് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റുകളെ നമ്മൾ ഡിഫൈൻ ചെയ്യും. ഓക്കെ, ഇന്റർവെല്ലുകൾ. കാരണം അപ്പൊ ഇന്റർവെല്ലിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിനിടയിൽ ഇഷ്ടം പോലെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് ആണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, അപ്പൊ റിയൽ നമ്പേഴ്സിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയില്ല. 0 1 എന്ന് പറയുന്ന ഒരു ചെറിയ കഷ്ണം എടുത്തു കഴിഞ്ഞാൽ അതിനിടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെ ആരായിട്ടാണ് ഡിനോട്ട് ചെയ്യുക? ഇന്റർവെൽസ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ ശ്രദ്ധിക്കുക, എന്തൊക്കെ തരം ഇന്റർവെൽസ് ഉണ്ട് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ തരം എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവെൽ AB. ഒരു റിയൽ നമ്പർ ലൈനിന്റെ മേലെ ഒരു ക്ലോസ്ഡ് ഇന്റർവെൽ, ഇതിപ്പോ A എന്ന് പറയുന്ന ഒരു എലമെന്റ് നമ്പറും B എന്ന് പറയുന്ന ഒരു എലമെന്റും ആണെങ്കിൽ ഈ ക്ലോസ്ഡ് ഇന്റർവെൽ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇതിനെ നമ്മൾ എഴുതുക A less than or equal to X. Okay, set of all X such that X
A less than or equal to x less than or equal to b, x belongs to real numbers. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ ഒരു കഷ്ണം എടുക്കുന്ന സമയത്ത് ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറഞ്ഞാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നോക്കിയേ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, അങ്ങനെയാണെങ്കിൽ എ ഈ സിസ്റ്റത്തിനകത്ത് ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാവും അല്ലെ. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളത് കൊണ്ട് നമ്മുടെ ഈ സബ്സെറ്റിൽ ഏത് പറയുന്ന എലമെന്റും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും അല്ലെ, ഇതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിവിടെ ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഇനി രണ്ടാമത് നോക്കിക്കേ, ഓപ്പൺ ഇന്റർവെൽ എ ബി, ഓപ്പൺ ഇന്റർവെൽ എ ബി. അപ്പൊ നമ്മൾ എഴുതുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ സ്ട്രിക്ട്ലി ലെസ് ദാൻ എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ബി, എക്സ് ബിലോങ്സ് ടു ആർ എന്നാണ്. ഇവിടെ മക്കളെ ഈ ഒരു സബ്സെറ്റിനകത്ത് എയും ബി ഉണ്ടാകുമോ? എയും ബി ഉണ്ടാകുമോ? എയും ബിയും ഉണ്ടാകില്ല. എക്കും ബിക്കും തൊട്ടടുത്തുള്ള നമ്പേഴ്സ് വരെ ഉണ്ടാവും, പക്ഷേ എയും ബിയും ഉണ്ടാവില്ല. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ ഇങ്ങനെ. ഇപ്പൊ ഇത് ഞാൻ ഓപ്പൺ ഇന്റർവെൽ 2, 3 എടുത്തു കഴിഞ്ഞാൽ അതിൽ 2, 3 ഉണ്ടാവില്ല, പക്ഷെ അവരുടെ ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും അതിനകത്ത് പെടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് എ ഓപ്പൺ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ഉണ്ടാവും പക്ഷെ ബി ഉണ്ടാവില്ല അല്ലെ. അപ്പൊ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി, എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ ആ. ഇതേപോലെ തന്നെയാണ് അടുത്ത കേസ് വരിക, ഓപ്പൺ എ ക്ലോസ്ഡ് ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ സ്ട്രിക്ട്ലി ലെസ് ദാൻ എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ അല്ല സ്ട്രിക്ട്ലി അല്ല ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, എക്സ് ബിലോങ്സ് ടു ആ. ഇങ്ങനെയാണ് നാലാമത്തെ കണ്ടീഷൻ വരും. ക്ലിയർ ആയോ? അപ്പൊ ഇന്റർവെല്ലുകൾ മനസ്സിലായോ നിങ്ങൾക്ക്? 4 കണ്ടീഷൻസ് ആണ്. എല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കും, പക്ഷെ കൺസെപ്റ്റ് വളരെ ഈസി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാർക്ക് പോകാനും എളുപ്പമാണ്. ക്ലോസ്ഡ് ആണെങ്കിൽ എയും ബിയും ഇൻക്ലൂഡഡ് ആണ് എന്ന് പഠിക്കുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും. അപ്പൊ നിങ്ങൾ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും വരുമ്പോൾ ഇങ്ങനെ ഇന്റർവെല്ലിൽ വന്നു കഴിഞ്ഞാൽ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ആ എലമെന്റും കൂടെ അതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. ഓക്കെ, ചോദ്യം നോക്കിക്കേ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് ഈക്വൽ ടു, ഈ തന്നിരിക്കുന്ന റോസ്റ്റർ ഫോമിൽ നിന്ന് നിങ്ങൾ ഈ പറയുന്ന എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ആൻസർ വരിക എന്ന് പെട്ടെന്ന് നോക്കിക്കേ. -4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. നോക്കുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടാൽ ക്ലോസ്ഡ് 5, ലെസ് ദാൻ -4 കണ്ടാൽ ഓപ്പൺ -4. ആൻസർ ഏതാ വരിക? ഓപ്പൺ -4 ക്ലോസ്ഡ് 5. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. 1 മാർക്കിന്റെ ചോദ്യമാണ്. നിങ്ങളുടെ ഏതോ ഒരു ബോർഡ് എക്സാമിനാണോ നിങ്ങളുടെ ടേം എക്സാമിനാണോ എന്നറിയില്ല, ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെറ്റ് ബിൽഡർ ഫോം ഓഫ് ഓപ്പൺ 6 ഓപ്പൺ 12. മക്കളെ, ഓപ്പൺ 6 ഓപ്പൺ 12 എന്താ വരിക? 6ഉം 12ഉം ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. സെറ്റ് ഫോർ എക്സ് സച്ച് ദാറ്റ് 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 12, എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ ആർ. ഏതാ വരിക? ബി. ഓക്കെ, 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സ്ട്രിക്ട്ലി ലെസ് ദാൻ വന്നാൽ ക്ലോസ്ഡ് വരും. ഓക്കെ, അടുത്തത് നമ്മൾ സെറ്റ് പഠിച്ചു, സബ്സെറ്റ് പഠിച്ചു, നമ്പർ ഓഫ് എലമെന്റ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് സെറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ ഓപ്പറേഷനാണ് യൂണിയൻ ഓഫ് സെറ്റ്. അപ്പം യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ആലോചിക്കേണ്ടത്, നമ്മൾ ഒരു യൂണിയൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കുറേ ആളുകളെ കൂട്ടിച്ചേർത്ത് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിനെയാണ് യൂണിയൻ ഉണ്ടാക്കുക എന്നൊക്കെ പറയാം അല്ലേ. സെയിം സാധനമാണ്. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ കയ്യിൽ 2 സെറ്റ് ഉണ്ട്. എ ഈക്വൽ ടു സെറ്റ് 1, 2, 3 എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ട്. ബി എന്ന് പറയുന്നത് സെറ്റ് 4, 5 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്താണെന്നറിയോ മക്കളെ? ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. എയിൽ നിന്നും ബിയിൽ നിന്നുള്ള എല്ലാ എലമെൻറ്റുകളെയും നമ്മൾ ഒറ്റ സെറ്റാക്കി എഴുതുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. 1, 2, 3, 4, 5 എന്ന് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ സപ്പോസ് നമുക്ക് നമ്മുടെ എയിൽ ഇവിടെ എനിക്കൊരു 4 ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, എയിലും 4 ഉണ്ട്, ബിയിലും 4 ഉണ്ട്. അപ്പോൾ നമ്മൾ യൂണിയൻ എഴുതുമ്പോൾ സെറ്റിലോട്ട് 2 4 എഴുതണോ? അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെറ്റിൽ നമ്മൾ എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട കാര്യമില്ല. ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അത് 2 തവണ ഉണ്ടെങ്കിലും നമ്മൾ ആ എലമെന്റിനെ ഒന്നായിട്ടേ കൂട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട് എന്ന് വെച്ച് നമ്മൾ 2 തവണ എഴുതേണ്ട കാര്യമില്ല, ഒരു തവണ ലിസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എന്താണ്? എയിലും ബിയിലുള്ള എല്ലാ എലമെന്റ്സിനെയും കൂടെ ഒരൊറ്റ സെറ്റായിട്ട് എഴുതുന്നതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ മനസ്സിലായല്ലോ. വേറൊരു എക്സാമ്പിളോടെ കാണിക്കാം. അപ്പം എ ഈസ് ഈക്വൽ ടു
ഒരു എ ബി ആണെന്ന് വിചാരിക്കുക. ബി ഈസ് ഈക്വൽ ടു എ ബി സി ഡി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കും? എയിലും ബിയിലും ഉള്ള എലമെൻസിൻ്റെ കളക്ഷൻ അല്ലേ? അപ്പോൾ എയും ബിയും രണ്ട് സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അത് ഓരോ തവണ എഴുതാം. പിന്നെ എന്താ, ഒരു സിയും ഒരു ഡിയും കൂടെ ഉണ്ട് അല്ലേ? അതും കൂടെ എഴുതി കൊടുക്കുക. അപ്പോൾ എന്തായി? എ യൂണിയൻ ബി ആയി. നമ്മൾ ഇതിൻ്റെ ഫോർമൽ ആയിട്ടുള്ള ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, മാത്തമെറ്റിക്കൽ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. എന്താണ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ? അതിലുള്ള എലമെന്റ്സ് എങ്ങനെയുള്ള എലമെന്റ്സ് ആയിരിക്കും? ഒന്നുകിൽ ആ എലമെന്റ് എയിലുണ്ടാവും, അല്ലെങ്കിൽ ആ എലമെന്റ് ബിയിലുണ്ടാവും. ഏതിലെങ്കിലും ഒന്നിലുണ്ടായാൽ മതി എ യൂണിയൻ ബിയിലേക്ക് ആ എലമെന്റ് വരും. ക്ലിയർ ആണോ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. അതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കിതിനെ വെൻ ഡയഗ്രാം വെച്ചിട്ടൊന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. മക്കളെ, വെൻ ഡയഗ്രത്തിൻ്റെ ഒരു യൂസ് നമുക്ക് ഇവിടെ നിന്നാണ് കൃത്യമായിട്ട് മനസ്സിലാവുക, ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് കേട്ടോ. വെൻ ഡയഗ്രാം നോക്കുക. ഇത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റാണ്. അപ്പം ഞാനിവിടെ എടുക്കുന്ന എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റ് ഇതാണ്. ഓക്കെ, ഇതാണ് എൻ്റെ എ, ഇതാണ് എൻ്റെ ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലുള്ള എലമെൻറ്റുകളും വേണം, ബിയിലുള്ള എലമെൻറ്റുകളും വേണം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വെൻ ഡയഗ്രാം യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സെറ്റിനെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതുന്നതിന് പകരം ഏതൊക്കെ എലമെൻറ്റുകളാണ് അല്ലെങ്കിൽ എവിടെയുള്ള എലമെൻറ്റുകളാണ് നമ്മുടെ സെറ്റിൽ വരുന്നതെന്ന് നമ്മൾ പിക്ടോറിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഈ എയിലുള്ള മൊത്തം എലമെൻറ്റുകളും നമുക്ക് വേണം. വേണ്ടേ? എയിലുള്ള മൊത്തം എലമെൻറ്റുകളും നമുക്ക് വേണം. പ്ലസ് ബിയിലുള്ള എല്ലാ എലമെൻറ്റുകളും നമുക്ക് വേണം, ബിയിലുള്ള എലമെൻറ്റും വേണം. അപ്പോൾ നോക്കിയേ, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ വെൻ ഡയഗ്രാം ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിലും ഒക്കെ വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുക? നിങ്ങളിങ്ങനെ മൊത്തമായിട്ട് ഷെയ്ഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇങ്ങനെ റെക്റ്റാങ്കിൾ വരയ്ക്കുക, സർക്കിൾസ് വരയ്ക്കുക, എന്നിട്ട് മൊത്തം ഇങ്ങനെ കളർ അടിച്ച് കുത്തി വരഞ്ഞ് വെക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനെ വരകൾ കൊടുത്ത് ഷെയ്ഡ് ചെയ്താൽ മതി കേട്ടോ നോട്ട്ബുക്കിലേക്ക് ചെയ്യുന്ന സമയത്ത്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും വരുന്ന മൊത്തം ഭാഗം വരും. ഇത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റാണ്. എവിടെ നിന്നാണോ എടുക്കുന്നത് അത്. ഇതിപ്പോൾ ഞാൻ എ ബി സി ഡി എടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് എന്തായിരിക്കും? ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആയിരിക്കും അല്ലേ? ഇപ്പോൾ ഞാൻ 1 2 3 4 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് എന്തായിരിക്കും? റിയൽ നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ആവാം. ഒരു വലിയ സെറ്റായിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വെൻ ഡയഗ്രാം വരിക. ക്ലിയർ ആണല്ലോ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെ ബിയിലെ എലമെൻറ്റുകളെ നമ്മൾ ഒറ്റ സെറ്റായിട്ട് എഴുതുന്നു. റിപ്പീറ്റ് വരുന്ന ആളുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഈ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് റിസൾട്ടുകൾ പഠിക്കാനുണ്ട്. നോക്കിയോ, ഒന്നാമത്തെ റിസൾട്ട്, നമ്മൾ എയുടെ കൂടെ എനെ തന്നെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എ യൂണിയൻ എ എന്തായിരിക്കും? എ യൂണിയൻ എ. ഇപ്പം നോക്ക്, ഇവിടെ ഇപ്പം നമുക്ക് 1 2 3 4 ഉണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഈ 1 2 3 4 യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരുമില്ല, എ തന്നെ വരുള്ളൂ അല്ലേ? 2 തവണ എലമെൻറ്റ്സ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ എ യൂണിയൻ എ എന്ത് തന്നെയായിരിക്കും? എ തന്നെയായിരിക്കും. ഇനി രണ്ടാമത്, എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് എന്തായിരിക്കും? എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ്. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്, ഇതാണ് എ എന്ന് വിചാരിക്കാം. അപ്പം ഈ യൂണിവേഴ്സൽ സെറ്റും എയും കൂടെ ഒന്നിച്ച് എഴുതാന്ന് പറഞ്ഞാൽ യൂണിയൻ എന്താക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ എലമെൻറ്റുകളും യൂണിവേഴ്സൽ സെറ്റിൽ തന്നെ ഉള്ളതാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? ആ മൊത്തം വലിയ സെറ്റ് തന്നെ കിട്ടും, യൂണിവേഴ്സൽ സെറ്റ് തന്നെ കിട്ടും. ഓക്കെ, ഇനി എ യൂണിയൻ ഫൈ എന്തായിരിക്കും? ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? നൾ സെറ്റാണ്, അതിനകത്ത് എലമെൻറ്റ്സ് ഒന്നുമില്ല അല്ലേ? അപ്പം എയുടെ കൂടെ ഒന്നും ഇല്ലാത്തൊരു സെറ്റിലെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എ തന്നെയായിരിക്കും. അപ്പോൾ എ യൂണിയൻ ഫൈ എന്ത് തന്നെയാണ്? എ തന്നെയാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും റിസൾട്ടുകളും ഓർത്ത് വയ്ക്കാൻ നമുക്കിത് എവിടെയെങ്കിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യാനൊക്കെ വരും. ഓക്കെ മക്കളെ, അപ്പോൾ യൂണിയൻ എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലത്തിന് മുന്നേ നോക്കിക്കേ, ഇത് ഒരു പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ബോർഡ് എക്സാമിന് ചോദിച്ചതാണ്. പക്ഷേ ഇത് റിസൾട്ടായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. എയും ബിയും 2 സെറ്റുകളാണ് സച്ച് ദാറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്താണ്? ശ്രദ്ധിക്കുക, ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാമെന്ന് അറിയോ? വെൻ ഡയഗ്രാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് വരയ്ക്കാം. നമ്മൾ വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ 2 സെറ്റുകൾ വേണം അല്ലേ? സബ്സെറ്റുകളെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. അപ്പോൾ ഇതാണ് എ, ഇതാണ് ബി. കാണുന്നുണ്ടല്ലോ? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. അപ്പോൾ ഈ സബ്സെറ്റ് കണ്ടോ? ഇതാണ് ചെറിയ സെറ്റ് അല്ലേ? അപ്പോൾ ഇതാണ് ചെറിയ സെറ്റ്. നമുക്ക് വേണ്ടുന്ന എന്താണ്? എ യൂണിയൻ ബി ആണ് വേണ്ടത്. അപ്പോൾ ഈ ചെറിയ സെറ്റിലും എലമെൻസും വേണം, വലിയ സെറ്റിലെ എലമെൻസും വേണം. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വലുതും കൂടെ എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ബിയിൽ എലമെൻസും കൂടെ എടുക്കുന്ന സംഭവിക്കും
ടോട്ടലി നമുക്ക് ബി കിട്ടില്ലേ? എയിൽ എലമെൻറ്റ്സ് ഓൾറെഡി നമ്മൾ എടുത്തു, ബിയിൽ ബാക്കിയുള്ള എലമെൻറ്റ്സും നമ്മൾ എടുത്തു, അത് ഓൾറെഡി ബിയിലുള്ളതാണ്. അങ്ങനെയാകുമ്പം ടോട്ടലി എന്തായിരിക്കും എ യൂണിയൻ ബി വരിക? ബി തന്നെയായിരിക്കും വരിക അല്ലേ? എ യൂണിയൻ ബി എന്ന് പറയുന്നത് ബി തന്നെയായിരിക്കും. ക്ലിയർ ആണോ? എ യൂണിയൻ ബി എന്ന് പറയുന്നത് ബി ആയിരിക്കും. അപ്പം എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് ബി വലിയ സെറ്റ് ആയിരിക്കും. ഓക്കെ, ഒരു വലിയ സെറ്റ്, ഒരു ചെറിയ സെറ്റ്. യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ആ വലിയ സെറ്റ് തന്നെ കിട്ടും. ക്ലിയർ ആണല്ലോ? യെസ്. ഇതിൻ്റെ കൺസെപ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ എന്താണ്? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ള ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അത് എവിടെയുണ്ട്? ബിയിലുണ്ട് അല്ലേ? ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ബിയിലുണ്ട്. അപ്പം നമ്മൾ യൂണിയൻ എടുത്തു കഴിഞ്ഞാലും എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി എന്ന് പറയുമ്പോൾ രണ്ടിലും വരുന്നുണ്ട്. അപ്പോൾ ബിയിൽ എലമെന്റുകൾ തന്നെയായിരിക്കും വരിക, അത് ബി ആയിട്ട് തന്നെ വരും. അങ്ങനെ ഒന്നും ആലോചിക്കണമെന്നില്ല. ഈ ഒരു കൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് അത് ക്ലിയർ ആക്കി വെക്കാണ്. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി എടുത്തു കഴിഞ്ഞാൽ ആ വലിയ സെറ്റ് തന്നെ കിട്ടുമെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ ആണ്. ഇന്റർസെക്ഷൻ ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ എടുക്കുവാണേ. 1 2 3 4 ബി എന്ന് പറയുന്നത് 4 5. ഇവിടെ നമ്മൾ യൂണിയൻ യൂസ് ചെയ്യുമ്പം യൂണിയൻ്റെ യു വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത് അല്ലേ? യു വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. അതെങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. യൂണിയൻ എന്ന് പറയുമ്പോൾ യു ആണ്, അതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇൻ്റർസെക്ഷൻ വരുന്ന കേസിൽ അതിന് നേരെ തല തിരിച്ചിടാം. എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റുകൾ മാത്രം നമ്മൾ എടുത്തെഴുതുന്ന കളക്ഷനെയാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. രണ്ട് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ എന്ന് വെച്ചാൽ എന്താ മക്കളെ? രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റുകളെ നമ്മൾ ഒരു സെറ്റാക്കി എഴുതുന്നതിനെയാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കിക്കേ, ഈ സെറ്റിൽ 4 കോമൺ ആയിട്ട് വരുന്നത് അല്ലേ? ഇനിയിപ്പോൾ ഞാൻ വേറൊരു സെറ്റ് എടുക്കുവാണ്. എ ഈസ് ഈക്വൽ ടു എ ബി സി ഇ എടുത്തു, ബി എന്ന് പറയുന്നത് എ ബി സി എടുത്തു. അങ്ങനെയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബിയിൽ ഏതൊക്കെ എലമെൻറ്റ്സ് വരും? എ വരും, ബി വരും, സി വരും അല്ലേ? എയും ബിയും സിയും ആണ് കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റുകൾ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയിൽ ആരൊക്കെ വരും? എയും ബിയും സിയും വരും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. മൂന്നാമത്തെ എക്സാമ്പിൾ, എ ഈസ് ഈക്വൽ ടു 1 4 എടുത്തു, ബി എന്ന് പറയുന്നതിന് എ ഇ എടുത്തു. എ ഇൻ്റർസെക്ഷൻ ബിയിൽ ആരൊക്കെ വരും? ഈ രണ്ട് സെറ്റുകൾക്ക് കോമൺ ആയിട്ട് ഏതെങ്കിലും എലമെൻ്റ് ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ഒരു നൾ സെറ്റ് ആയിരിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഫൈ എന്ന് പറഞ്ഞ് എഴുതാം. ഇൻ്റർസെക്ഷനിൽ എലമെൻറ്റുകളൊന്നും ഇല്ല. ഇൻ്റർസെക്ഷനിൽ എലമെൻറ്റുകളൊന്നും ഇല്ലാത്ത സെറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്. ഇൻ്റർസെക്ഷനിൽ എലമെൻറ്റുകളൊന്നും ഇല്ലാത്ത സെറ്റുകളെ നമ്മൾ വിളിക്കുന്ന എയും ബിയും എന്ത് സെറ്റുകളാണ്? ഡിസ്ജോയിൻറ്റ് സെറ്റുകളാണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇൻ്റർസെക്ഷൻ. ഇനി ഇതിൻ്റെ ഫോർമൽ ഡെഫിനിഷൻ പറയാണ് മക്കളെ. ഡെഫിനിഷൻ അതായത് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള എക്സുകളുടെ കളക്ഷനാണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. നമ്മൾ ഇൻ്റർസെക്ഷനിലുള്ള ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എയിലും ഉണ്ടായിരിക്കണം, ബിയിലും ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ഇൻ്റർസെക്ഷനിലുള്ള ഒരു സെറ്റ്, ഇൻ്റർസെക്ഷൻ ഒരു സെറ്റാണ്, ആ സെറ്റിലുള്ള ഒരു എക്സിനെ എടുത്തു കഴിഞ്ഞാൽ അത് എയിലും ഉണ്ടായിരിക്കണം, ബിയിലും ഉണ്ടായിരിക്കണം. അതാണ് അതിൻ്റെ ഫോർമൽ ഡെഫിനിഷൻ. ഓക്കെ, ഇനി വെൻ ഡയഗ്രാം എങ്ങനെ വരുമെന്ന് നോക്കാം. ഓക്കെ, വെൻ ഡയഗ്രാം നോക്കുക. യൂണിവേഴ്സൽ സെറ്റ് വരച്ചു, യൂണിവേഴ്സൽ സെറ്റ് വരച്ചു, എ വരച്ചു, ബി വരച്ചു. നമുക്ക് എന്താ വേണ്ടേ? എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന സെറ്റുകളെയാണ് നമുക്ക് എലമെൻസിനെയാണ് നമുക്ക് വേണ്ടത് അല്ലേ? എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ്. ഇത് നോക്കിക്കേ, ഇവിടെയുള്ള എലമെൻറ്റ്, ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു എലമെൻറ്റ് എടുത്തു എന്ന് വിചാരിക്കാം. ഇവിടെ നിന്ന് ഒരു എലമെൻറ്റ് എടുത്തു, അത് ബിയിൽ ഉണ്ടാവുമോ? ബി എന്ന് പറഞ്ഞാൽ ഈ സെറ്റാണ് ബി, ഇതാണ് സെറ്റ് ബി, ഇതാണ് സെറ്റ് ബി. അപ്പോൾ ഇവിടെയുള്ളൊരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ബിയിൽ ഉണ്ടാവുമോ? ഇല്ല അല്ലേ? ഇവിടെ ഉള്ളൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ, എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് ബിയിൽ ഉണ്ടാവുമോ? യെസ്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ എയ്ക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന ഭാഗമാണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു ഭാഗമാണ് എ ഇൻ്റർസെക്ഷൻ ബി. ക്ലിയർ ആയോ മക്കളെ? അപ്പോൾ എ യൂണിയൻ ബി എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും മൊത്തമായിട്ട് വരുന്ന ഇങ്ങനെ വരുന്ന ഭാഗമാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എയും ബിയും കോമൺ ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗമാണ്.
അതാണ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വെൻ ഡയഗ്രാം യൂസ് ചെയ്ത് നമ്മളത് ചെയ്യാം. ഇനി കുറച്ച് റിസൾട്ടുകൾ നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. ഒന്നാമത്തെ റിസൾട്ട് എ ഇൻ്റർസെക്ഷൻ എ എന്തായിരിക്കും? എയിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റുകൾ ഏതായിരിക്കും? എയിൽ എലമെൻറ്റുകൾ തന്നെയായിരിക്കും, അത് എ ആയിരിക്കും. ഇനി എ ഇൻ്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ് എന്തായിരിക്കും? വെൻ ഡയഗ്രാം വരച്ച് നോക്ക്. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്, ഇതാണ് എ. യൂണിവേഴ്സൽ സെറ്റിലും എയിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് എയിൽ മാത്രം വരുന്ന എലമെൻറ്റുകളാണ് അല്ലേ? അപ്പോൾ എ ഇൻ്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആണ്. ഓക്കെ, ഇനി മൂന്നാമത് എ ഇൻ്റർസെക്ഷൻ ഫൈ. അതായത് ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഉണ്ടോ ഇതിൽ? ഒന്നുമില്ല. എ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പം ഈ ഏതൊക്കെയോ എലമെൻറ്റ്സും ഒന്നും ഇല്ലാത്ത എലമെൻറ്റ്സും തമ്മിൽ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ഒന്നുമില്ല മക്കളെ. അതായത് ഇങ്ങനെ വരും, എ എന്ന് പറയുന്ന എലമെൻറ്റിനെ 1 2 എന്നെടുത്തു, ബി എന്ന് പറയുന്ന എലമെൻറ്റിന് ഒന്നും ഇല്ല എന്നെടുത്തു. ഇവിടെ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? പ്രത്യേകിച്ച് ഒന്നും ഇല്ല അല്ലേ? അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഫൈ ആയിരിക്കും. അതായത് എ ഇൻ്റർസെക്ഷൻ ഫൈ എന്ന് പറയുന്നത് ഫൈ ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിയൻ്റെ കേസിലും നിങ്ങൾ ഈ റിസൾട്ട് വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഇൻ്റർസെക്ഷൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ഫാക്ടർ ഓഫ് 6ഉം ബി ഇസ് എൻ ഈവൻ ഇൻറ്റിജർ ബിറ്റ്വീൻ 2 and 9. അങ്ങനെയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കൂ. നോക്കാവേ, എന് ഞാനൊന്ന് റോസ്റ്റർ ഫോമിൽ എഴുതുകയാണ്. ആറിൻ്റെ ഫാക്ടർ എന്ന് പറയുമ്പം 1 2 3 6 അല്ലേ? ബി എന്ന് പറയുന്നത് 2നും 9നും ഇടയ്ക്കുള്ള ഈവൻ ഇൻറ്റിജർ ആണ്, 2 ഇൻക്ലൂഡഡ് ആണ് കേട്ടോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. അപ്പം നമുക്ക് 2 കൂടെ എഴുതാം. 2 4 6 8 ഇതായിരിക്കും ബി എന്ന് പറയുന്ന ഇവൻറ്റ്. നമുക്ക് വേണ്ടുന്ന എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി. എയിലും ബിയിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? 2 ഇരിക്കുന്നുണ്ട്, 6 ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ 2, 6 ആണ് എ ഇൻ്റർസെക്ഷൻ ബി. എളുപ്പമല്ലേ? വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ആൻസർ അല്ലേ? യെസ്. അടുത്തത് എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും തന്നിട്ടുണ്ടെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി കാണാം. റോസ്റ്റർ ഫോമിലേക്ക് ഒന്ന് എഴുതി നോക്ക് മക്കളെ. ഇവിടെ നമുക്ക് റോസ്റ്റർ ഫോം എഴുതാൻ പറ്റില്ല. നോക്ക് ശ്രദ്ധിക്ക്. ഇവിടെ എക്സ് ബിലോങ്സ് ടു ആർ ആണ്, -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. ശ്രദ്ധിക്കണം, ഇവിടെയൊക്കെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റുക. തൊട്ട് മുന്നേ നമുക്ക് റിയൽ നമ്പർ ആണ് തന്നിട്ടില്ല അല്ലേ? അതിപ്പോൾ ഒരു ഇൻറ്റിജർ ആണ്. അപ്പോൾ ഇതും ഇൻറ്റിജർ ആണ്. ഇതിന് ഞാൻ വിട്ടുപോയതാണെന്ന് തോന്നുന്നു. ഇൻറ്റിജർ ആണെന്നാണ് സാധ്യത. അപ്പോൾ ഇൻറ്റിജർ ആണ്. നമുക്ക് ലിസ്റ്റ് ചെയ്ത് റോസ്റ്റർ ഫോമിൽ കോമയിട്ട് എഴുതാൻ പറ്റും. പക്ഷേ റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ് ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കോമയിട്ട് എഴുതാൻ പറ്റുമോ? റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ് എങ്ങനെയുള്ള സബ്സെറ്റുകളായിരിക്കും? ഇൻ്റർവെല്ലുകളായിരിക്കില്ലേ? യെസ്. അപ്പോൾ ഇത് നോക്ക്, ഈ എ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇൻ്റർവെല്ലായിട്ട് എഴുതാം അല്ലേ? ക്ലോസ്ഡ് ഇൻ്റർവെൽ -2, 5 എന്ന് എഴുതാൻ പറ്റും. ബി എന്ന് പറയുന്നതിനെ 2 ഓപ്പണും 6 ക്ലോസ്ഡും ആണ്. ഓപ്പൺ 2 ക്ലോസ്ഡ് 6 എന്ന് എഴുതാൻ പറ്റും. ഇതിൻ്റെ ഇൻ്റർസെക്ഷനാണ് നമുക്ക് വേണ്ടത്. അതായത് ഈ 2 ഭാഗങ്ങളിലും 2 ഇൻ്റർവെൽസിലും കോമൺ ആയിട്ട് വരുന്ന ഭാഗമാണ് നമുക്ക് വേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, നിങ്ങൾക്ക് റിയൽ നമ്പേഴ്സിലാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് -2, -1, എന്ന് എഴുതരുത്. അത് തെറ്റാകും. ഇൻ്റർവെല്ലുകൾ 6ലാണെങ്കിൽ നിങ്ങൾ അതിന് എന്തായാലും മറക്കാതെ ഇൻ്റർവെല്ലുകളിലേക്ക് തന്നെ മാറ്റി എഴുതണം. ഓക്കെ അല്ലേ? ഇനി നോക്കി ഇത് എങ്ങനെയാണ് ചെയ്ത് നോക്കാം. ഞാൻ ഈ ഒരു റിയൽ നമ്പർ വരയ്ക്കുകയാണേ. ഈ റിയൽ നമ്പറിൻ്റെ മേലെ ഞാൻ ഈ ഇൻ്റർവെല്ലുകൾ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ -2, 5 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 0 എടുത്തു കഴിഞ്ഞാൽ ഒരു ഇവിടെയായിട്ട് -2 വരും അല്ലേ? അപ്പോൾ ഇത് -2 ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്, ഇങ്ങനെ വരും. ഇനി 5 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇവിടെയായിട്ട് വരും. 5 അതും എന്താണ്? ക്ലോസ്ഡ് ആണ്. ഇനി 2, 6. 2 എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നതാണ് അല്ലേ? 2 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും, അത് ഓപ്പൺ ആണ് കേട്ടോ. 6 എന്ന് പറഞ്ഞാൽ 5ൻ്റെ ഇപ്പുറത്താണ് വരുന്നത്. 6 ഇവിടെയാണ് വരുന്നത്, അതും ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഞാൻ വേറെ കളേഴ്സ് വെച്ച് മാർക്ക് ചെയ്യാം. 2ഉം 6. അപ്പോൾ ടോട്ടലി നമുക്ക് എത്ര ഭാഗം നമ്മുടെ കയ്യിലുണ്ട്? -2 തൊട്ട് 6 വരെയുള്ള ഭാഗം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമുക്ക് എന്ത് വേണം? 2 ഇൻ്റർവെല്ലിലും കൂടെ കോമൺ ആയിട്ട് ഒന്നിച്ച് കോമൺ എലമെൻറ്റ്സ് വരുന്ന അത്രയും ഭാഗമേ നമുക്ക് വരാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെ എടുക്കുക, അത് നമുക്ക് പറ്റില്ല അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പം ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ -2 നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ?
ഈ വൈറ്റ് കാണുന്ന ഈ ഇൻ്റർവെൽ അതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് എ എന്ന് പറയുന്ന ഇൻ്റർവെൽ അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് നമ്മുടെ മറ്റേ സെറ്റിനകത്ത് വരുന്നില്ല. ഈ സെറ്റിൽ ഈ -2 തൊട്ട് 2 വരെയുള്ള ഭാഗം വരുന്നില്ല. അപ്പോൾ അത് ഇൻ്റർസെക്ഷനിൽ പെടുത്താൻ നമുക്ക് പറ്റില്ല. പറ്റുമോ? ഇല്ല. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗവും എന്താക്കാൻ പറ്റില്ല. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ 5 തൊട്ട് 6 വരെയുള്ള ഭാഗവും നമുക്ക് കോമൺ ആയിട്ട് പറ്റില്ല. അപ്പോൾ രണ്ടിലും കൂടെ വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണിതാ, ഈ ഭാഗമാണ് രണ്ട് ഇൻ്റർവെല്ലിൻ്റെയും ഉള്ളിൽ വരുന്ന ഭാഗം. അതേത് ഭാഗം? 2 എന്ന് പറയുന്നത് ഓപ്പൺ 2 ആണ്, 5 എന്ന് പറയുന്നത് ക്ലോസ്ഡ് 5 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റർവെൽസിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുക. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്നുകൂടെ പറയാം. നമ്മളൊരു റിയൽ നമ്പറിൽ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർവെൽസ് മൊത്തം മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 2 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്, ഇവിടെ 6 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട് അല്ലേ, ഇവിടെ -2 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇൻ്റർസെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താ, ഏറ്റവും ഉള്ളിലുള്ള ഇൻ്റർവെൽ എങ്ങനെയാണോ വരുന്നത് അതെടുക്കുക. ഏറ്റവും ഉള്ളിൽ ചെറിയ പീസ് എത്രയാണോ വരുന്നത് അതെടുക്കാം. യൂണിയൻ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യായിരുന്നു, ഈ ഏറ്റവും വലിയ ഭാഗം എടുക്കായിരുന്നു. -2 തൊട്ട് 6 വരെയുള്ള ഭാഗം നിങ്ങൾക്ക് എടുക്കായിരുന്നു യൂണിയൻ അല്ലേ, വലുത്. ഇതെന്ന് പറഞ്ഞാൽ എന്താ, എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന ഭാഗം. അപ്പോൾ ഏറ്റവും ഉള്ളിൽ ചെറുതായിട്ട് വരുന്ന ഭാഗം വേണം നിങ്ങൾ ഇൻ്റർസെക്ഷൻ ആയിട്ട് എടുക്കാൻ. അപ്പോൾ ഓപ്പൺ 2 ക്ലോസ്ഡ് 5 ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ ആണോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കാണാറുണ്ട്. ഇനി നോക്കിക്കേ, രണ്ട് സെറ്റുകളുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെറ്റിൽ നിന്ന് വേറൊരു സെറ്റ് നമ്മൾ കുറയ്ക്കുകയാണ് അല്ലേ, സബ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. എ എന്ന് പറയുന്ന സെറ്റിനെ ഞാൻ 1 2 3 4 5 എന്നെടുത്തു. ബി എന്ന് പറയുന്ന സെറ്റിനെ ഞാൻ 3 5 എന്നെടുത്തു. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ, എയിൽ നിന്ന് ബി അങ്ങ് ഒഴിവാക്കുക, എയിൽ നിന്ന് ബി ഒഴിവാക്കുക. അപ്പം ഞാനിവിടെ എഴുതുമ്പം 1 2 3 4 5ൽ നിന്ന് എന്തൊഴിവാക്കുക, 3 5 ഒഴിവാക്കുക. അപ്പോൾ എന്തൊക്കെ വരും, 3 5 കളയുക, ബാക്കി എന്തുണ്ട്, 1 2 4 ഉണ്ട്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇനി കുറച്ചുകൂടെ കൺസെപ്ച്വലായിട്ട് പറയുകയാണെങ്കിൽ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ളത് ബിയിലില്ലാത്തത്, എയിലുണ്ടാവണം ബിയിലുണ്ടാവരുത്. അതാണ് നമ്മൾ കൺസെപ്റ്റ് വൈസ് പറയുക. ഇങ്ങനെ സബ്ട്രാക്ട് സെറ്റുകൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ ബിയിലുള്ള എലമെൻറ്റ്സ് എയിലുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കിയാൽ മതി. എന്താ ചെയ്യേണ്ടത്, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെറ്റ് റോസ്റ്റർ ഫോമിൽ തരികയാണെങ്കിൽ ഈ ബിയിൽ ഏതെങ്കിലും എലമെൻറ്റ്സ് എയിലുണ്ടെന്ന് വിചാരിക്കുക, അതിനങ്ങ് ഒഴിവാക്കുക. അപ്പോൾ എയിലുള്ള ബികളെ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തായി, എ മൈനസ് ബി ആയി. മനസ്സിലായോ മക്കളെ? എയിലുള്ള ബിയിലുള്ള എലമെൻസിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ എ മൈനസ് ബി ആയി. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ബി. എയിൽ ഉണ്ടാവുന്ന എലമെന്റ്സ് ആയിരിക്കണം, അത് ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പം നമുക്ക് എ മൈനസ് ബി തന്നാൽ ബിയിലുള്ള എലമെന്റുകൾ എയിൽ ഉണ്ടെങ്കിൽ ഏതെങ്കിലും എലമെന്റ്സ് ഇപ്പോൾ 4 5 ഇവിടെ ഉണ്ട് അല്ലേ, 3 5 അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ എ മൈനസ് ബി ആയി. വളരെ സിമ്പിളാണ്. ഇതിനെ നമുക്ക് ജസ്റ്റ് വെൻ ഡയഗ്രാം വെച്ച് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഇത് എ ആണ്, ഇത് ബി ആണ്. അപ്പം ഇവിടെ നമുക്ക് വേണ്ടി വരിക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണേ, ശ്രദ്ധിക്കണം. എയിൽ ഉണ്ടാവണം, ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പം ഇവിടെ നോക്കിയേ, ഇപ്പം ഞാൻ ഇവിടെയുള്ള ഒരു എലമെൻ്റ് എടുത്തെന്ന് വിചാരിക്കാം. ഇവിടെയുള്ള എലമെൻറ്റ് ഇത് എവിടെയുണ്ട്, എയിലുള്ള എലമെൻ്റ് ആണ് പക്ഷെ ബിയിലും ഉണ്ട് അല്ലേ, എയിൽ എലമെൻ്റ് ആണ് പക്ഷെ ബിയിലും ഉണ്ട്. അപ്പോൾ ഈ ഭാഗം നമുക്ക് എടുക്കാൻ പറ്റുമോ, ആ ഭാഗം നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇനി ഇവിടെയുള്ള എലമെൻ്റ് ആണെന്ന് വിചാരിക്കാം, ഇത് ബിയിലേറ്റു, ഇതാണ് എ, ഇതാണ് ബി. ഇവിടെയുള്ള എലമെൻറ്റ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ, ഈ കഷ്ണത്തിൻ്റെ ഇപ്പുറത്തോട്ടല്ലേ വരുന്നത്. അപ്പോൾ ഇത് സേഫാണ്, ഇവിടെയുള്ള എലമെൻറ്റ്സ് നമുക്ക് എടുക്കാം. പക്ഷേ ഇൻ്റർസെക്ഷൻ എയ്ക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റുകളെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. അതാണ് നമുക്ക് ഈ വെൻ ഡയഗ്രത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ. അപ്പം നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന പോർഷൻ ഏതായിരിക്കണം, എ മാത്രം വരുന്ന പോർഷൻ ആയിരിക്കണം അല്ലേ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എ മാത്രം വരുന്ന ഈ പോർഷനാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അതാ ഈ ഭാഗം, ബി വരാൻ പാടില്ല. ഇതാണ് എ മൈനസ് ബി എന്ന് പറയുന്ന പോർഷൻ. ക്ലിയർ ആയോ മക്കളെ? എ മൈനസ് ബി. അതുകൊണ്ട് ഈ വെൻ ഡയഗ്രത്തിൽ നമുക്ക് കിട്ടുന്ന വേറൊരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൈനസ് ബി എന്ന് വെച്ചാൽ നോക്കിക്കേ, നമ്മൾ എന്താ ചെയ്തത്, ടോട്ടൽ എ എന്ന് പറഞ്ഞാൽ എന്താ, ഈ സർക്കിൾ മൊത്തമാണ് അല്ലേ. അത് ഈ ഒരു കഷ്ണമല്ലേ നമ്മൾ മുറിച്ച് മാറ്റിയേ. ഈ കഷ്ണം ശരിക്കും എന്താ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഈ കഷ്ണം എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ. അതെ. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, എയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബിനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, എ മൈനസ് ബി എന്ന് വെച്ചാൽ എയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബിനെ ഒഴിവാക്കുക. അതും അല്ലെങ്കിൽ എ മൈനസ് ബിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ്. അതിന് ഈ കോംപ്ലിമെൻ്റ് എന്താണെന്ന് നമ്മൾ അടുത്തതായിട്ട് പഠിക്കും. അപ്പോൾ ഇതാണ് ഡിഫറൻസ് ഓഫ് രണ്ട് സെറ്റുകൾ. പ്രോബ്ലം ചെയ്ത് നോക്കാം. എ എന്ന് പറയുന്നത് ലെറ്റർ ഇൻ ദ വേർഡ് മാത്തമെറ്റിക്സ്. എ എന്ന് പറയുന്നത് എന്താ മക്കളെ? ലെറ്റർ ഇൻ ദ വേർഡ് മാത്തമെറ്റിക്സും ബി എന്ന് പറയുന്നത് ലെറ്റർ ഇൻ ദ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സും ആണ്. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി കണ്ടുപിടിക്കുക. നമുക്കൊന്ന് സെറ്റ് റോസ്റ്റർ ഫോം ആയിട്ട് എഴുതി നോക്കാം. മാത്തമെറ്റിക്സ് എന്ന് പറയുന്ന വേർഡിനകത്തുള്ള ലെറ്റേഴ്സിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എം വരണം, എ വരണം, ടി വരണം, എച്ച് വരണം, ഇ വരണം. ഇനി എം വരണോ? വേണ്ട. എ വരണ്ട, ടി വരണ്ട, ഐ വരണം, സി വരണം, എസ് വരണം. ഇതാണ് മാത്തമെറ്റിക്സ് എന്ന് പറയുന്ന വേർഡിനകത്തുള്ള ലെറ്റേഴ്സിൻ്റെ കളക്ഷൻ. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നതാണെങ്കിലോ എസ് വരും, ടി വരും, എ വരും. പിന്നത്തെ ടി എഴുതണ്ട, ഐ എഴുതണം, എസ് എഴുതണ്ട, ടി എഴുതണ്ട, ഐ എഴുതണ്ട, സി എഴുതണം അല്ലേ? ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വേർഡിൻ്റെ ലെറ്റേഴ്സിൻ്റെ കളക്ഷൻ. ഇതിൽ നിന്ന് എ മൈനസ് ബി ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ മൈനസ് ബി. എയിലുള്ള ബിയിലെ എലമെൻറ്റ്സ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പം നമുക്ക് എന്ത് എഴുതാം? എം എന്ന് പറയുന്ന എലമെൻറ്റ് ഇവിടെ ഇല്ല, അപ്പോൾ എം എഴുതാം. എ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഓക്കെ, ടി നമ്മൾ കട്ട് ചെയ്ത് കളയണം. എച്ച് നമുക്ക് എഴുതാം, ഇ നമുക്ക് എഴുതാം, ഇ നമുക്ക് എഴുതാം, ഇ നമുക്ക് എഴുതാം, കാരണം അത് ഇതിനകത്തേക്ക് വരുന്നില്ല. ഐ നമുക്ക് എഴുതാൻ പറ്റില്ല, കാരണം അത് ബിയിലുണ്ട്. ഓക്കെ, സി നമുക്ക് എഴുതാൻ പറ്റില്ല, അത് ഇവിടെ ഉണ്ട്. എസ് നമുക്ക് എഴുതാൻ പറ്റില്ല, അതുണ്ട്. അപ്പോൾ എം എച്ച് ഇ എന്ന് പറയുന്ന ഇതാണ് എന്ത് വരിക? എ മൈനസ് ബി എന്ന് പറയുന്ന സെറ്റായിട്ട് വരിക. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എം സബ്സെറ്റ് ഓഫ് എൻ ആണെങ്കിൽ എൻ മൈനസ് എമ്മിൻ്റെ വെൻ ഡയഗ്രാം വരയ്ക്കുക. ഇതൊക്കെ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. വെൻ ഡയഗ്രാം നോക്ക്. യൂണിവേഴ്സൽ സെറ്റ് വരച്ചു. എം സബ്സെറ്റ് ഓഫ് എൻ ആണ്. അപ്പം എൻ ആണ് വലിയ സെറ്റ്, എൻ ആണ് വലിയ സെറ്റ് അല്ലേ? എൻ ആണ് വലിയ സെറ്റ്. ഇതിനുള്ളിലാണ് നമ്മൾ ചെറിയ സെറ്റായിട്ടുള്ള എമ്മിനെ വരയ്ക്കേണ്ടത്. ഇതാണ് എം. നോക്കിയേ, എൻ മൈനസ് എം ആണ് വേണ്ടത്. എന്നിൽ നിന്ന് എമ്മിനെ ഒഴിവാക്കുക. എന്നിൽ നിന്ന് എമ്മിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്നിലുള്ളതും എന്നിലുള്ളത് എമ്മിലില്ലാത്തത് അത് തന്നെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്നിൽ നിന്ന് എമ്മിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഈ കഷ്ണത്തിന് അങ്ങ് റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന പോർഷൻ എങ്ങനെയായിരിക്കണം? ഷെയ്ഡ് ചെയ്യുന്ന പോർഷൻ എന്താ? ഇവിടെ നിന്ന് ഇങ്ങനെ വരണം. ഈ ഉള്ളിലെ ഭാഗമായിരിക്കും വരിക, ഈ ഒരു പോർഷൻ ആയിരിക്കും വരിക. നമ്മൾ ആ ഉള്ളിലെ കഷ്ണത്തിനെ അങ്ങ് മുറിച്ച് കളഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഭാഗം, ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ ആയിരിക്കും എൻ മൈനസ് എം എന്ന് പറഞ്ഞ് വരിക. ക്ലിയർ ആണല്ലോ? അപ്പോൾ എം എന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് ഇതിനകത്ത് എന്നിലുള്ള ഭാഗമാണ്, അത് നമ്മളങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു റിങ് പോർഷനിലുള്ള സാധനം കിട്ടും. ഇതാണ് എൻ മൈനസ് എം. ഓക്കെ അല്ലേ മക്കളെ? വെൻ ഡയഗ്രാംസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യെസ്. ഇനി വെരിഫൈ ദാറ്റ് എ മൈനസ് ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ. നമുക്ക് ഈസി ആയിട്ട് വെൻ ഡയഗ്രാം വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. എന്താ വേണ്ടേ? എ മൈനസ് ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി. നമുക്ക് വെൻ ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. എയും ബിയും വരച്ചു. ഓക്കെ, എ മൈനസ് ബി എന്ന് വെച്ചാൽ എന്താ? ഏത് ഭാഗമാണ് എ മൈനസ് ബിയിൽ വരിക? എ മൈനസ് ബി എന്ന് വെച്ചാൽ ഇതാ പ്യോർലി എ അല്ലേ? ഇൻ്റർസെക്ഷൻ ഒഴിവാക്കിയിട്ടുള്ള ഈ ഭാഗമാണ് ഇതിനകത്ത് വരുന്നത്, ശരിയല്ലേ? അപ്പോൾ ഞാൻ ആ ഭാഗം ഷെയ്ഡ് ചെയ്തേ. ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തു. നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. യെസ്. ഇതിൻ്റെ കൂടെ എ ഇൻ്റർസെക്ഷൻ ബി നമ്മൾ എന്ത് ചെയ്യണം? യൂണിയൻ ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ ഇതിൻ്റെ കൂടെ യോജിപ്പിച്ച് വെക്കണം. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ പോർഷൻ ഏതാ? ഈ പോർഷനാണ്. നോക്ക്, ഈ രണ്ട് പോർഷനും കൂടെ മിക്സ് ആകുമ്പോൾ എന്തായി? ടോട്ടലി എ ആയില്ലേ? കിട്ടിയില്ലേ? യെസ്. അപ്പം എ മൈനസ് ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ തന്നെയാണ് വരിക. ഓക്കെ, ഇനി നോക്കിക്കേ, കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് അടുത്തത് നമുക്ക് നോക്കാനുള്ളത്. മക്കളെ, ഞാനിവിടെ വെൻ ഡയഗ്രാം വെച്ച് പറയാൻ പോവാണ്. ഞാനിവിടെ ഒരു യൂണിവേഴ്സൽ സെറ്റ് യുവിൽ എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. എ കോംപ്ലിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ എ അല്ലാതെ ബാക്കി എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ടോ അതിൻ്റെ കളക്ഷനാണ് എ കോംപ്ലിമെൻ്റ്. യൂണിവേഴ്സൽ സെറ്റിൽ എ അല്ലാത്ത ബാക്കി എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ടോ അതാണ് എ കോംപ്ലിമെൻ്റ്. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മാർക്ക് ചെയ്യാൻ പറ്റുക? എ അല്ലാതെ ഈ യൂണിവേഴ്സൽ സെറ്റിൽ വരുന്ന ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ഷെയ്ഡിങ് വരിക. എ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും വരും.
എ ഒഴികെ ബാക്കിയുള്ള എല്ലാ പോർഷനും വരും. ഇതാണ് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എനെ മൈനസ് ചെയ്തതാണ് എ കോംപ്ലിമെൻറ്റ്. ക്ലിയർ ആവുന്നുണ്ടോ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എനെ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നതാണ് എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമ്മൾ എ കോംപ്ലിമെൻറ്റിനെ ഇങ്ങനെ സി എന്ന് എഴുതാറുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡാഷ് ഇട്ടിട്ടും എഴുതാറുണ്ട്. ഓക്കെ, അപ്പോൾ എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഇങ്ങനെ മേലെ ഇങ്ങനെ ഒരു കോൺജുഗേറ്റ് പോലെ ഒരു വര ഇട്ടാലും കോംപ്ലിമെൻറ്റ് തന്നെയാണ് കേട്ടോ. എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എനെ നമ്മൾ ഒഴിവാക്കി, യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എനെ നമ്മൾ ഒഴിവാക്കി, അതാണ് എന്ത്, കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമ്മൾ എന്താണ് ഒരു ജനറൽ ഫോർമുല ആയിട്ട് പറയുകയാണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. യൂണിവേഴ്സൽ സെറ്റിലുണ്ട് പക്ഷേ എയിലില്ല, അങ്ങനെയുള്ള എലമെൻറ്റുകളെയാണ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് കേട്ടോ. അപ്പം എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എയിലില്ലാത്ത എലമെൻറ്റ്സ് പക്ഷേ യൂണിവേഴ്സൽ സെറ്റിലുണ്ടാവും. ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബിയിലില്ലാത്ത എലമെൻറ്റ്സ് യൂണിവേഴ്സൽ സെറ്റിലുണ്ടാവും. ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് മക്കളെ, ഇപ്പം നമ്മൾ എ യൂണിയൻ ബി എടുക്കുകയാണ്, എ യൂണിയൻ ബി. ഈ യൂണിയൻ ബീൻ്റെ ഹോൾ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? എ യൂണിയൻ ബീൻ്റെ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? ശ്രദ്ധിക്കുക, എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആയിരിക്കും. നോക്കുക, ഈ കോംപ്ലിമെൻറ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു, അപ്പോൾ ഹോൾ കോംപ്ലിമെൻറ്റ് വന്നപ്പോൾ എന്തായി? ഈ യൂണിയൻ മാറി ഇൻ്റർസെക്ഷനായി. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആയി. അപ്പോൾ ഈ റിസൾട്ടിന് നമുക്ക് ജസ്റ്റ് ഒന്ന് വെൻ ഡയഗ്രാം വെച്ച് നമ്മൾ എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ, ഇപ്പം ഇവിടെ എയും ബിയും വേണം, എയും ബിയും വേണം. ഇവരുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? ഈ രണ്ട് സർക്കിൾസും ഒന്നിച്ച് ഷെയ്ഡ് ചെയ്തായിരുന്നു അല്ലേ? അപ്പോൾ അവരുടെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും എന്നറിയോ? അവരുടെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ യൂണിയൻ്റെ പുറത്തുള്ള ഈ ഭാഗം മൊത്തത്തിൽ വരും. അതായത് ഈ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പാടില്ല, സർക്കിളിൻ്റെ ഉള്ളിലേക്ക് അല്ലാതെ പുറത്തുനിന്ന് ഇങ്ങനെ മൊത്തം നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. അതെന്തായിരിക്കും? എൻ്റെയും ബിൻ്റെയും കോംപ്ലിമെൻറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ എയുടെ കോംപ്ലിമെൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എ ഒഴികെ ബാക്കിയുള്ളതെല്ലാം വരും അല്ലേ? ബിയുടെ കോംപ്ലിമെൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ബി ഉള്ളതിൽ ബാക്കിയെല്ലാം വരും. അപ്പോൾ അതിന് രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഈ ഒരു പോർഷൻ ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെയാണ് നമുക്ക് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് കിട്ടുക. ഇനി രണ്ടാമത്തെ ഡി മോർഗൻസ് ലോ പ്രകാരം രണ്ടാമത്തത് എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മളൊരു ഓപ്പറേഷൻ ഇട്ടിട്ട് അതിന് മേലെ ഒരു കോമൺ ആയിട്ടൊരു കോംപ്ലിമെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതെന്താവും? എക്കും ബിക്കും കോംപ്ലിമെൻറ്റ് കിട്ടുന്നു മാത്രമല്ല നടുവിലുള്ള ഈ ഓപ്പറേഷൻ തിരിയും. യൂണിയൻ ആണെങ്കിൽ ഇൻ്റർസെക്ഷൻ ആവും, ഇൻ്റർസെക്ഷൻ ആണെങ്കിൽ യൂണിയൻ ആവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റിസൾട്ടുകളാണ്, നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. യെസ്, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് എന്താണ്? എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. മക്കളെ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു മാർക്കിന്. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് എന്താണ്? മക്കളെ, എ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഞാൻ എടുക്കുന്ന വെൻ ഡയഗ്രാമേ, ഇതാണ് എ, ഇതാണ് എ, ഈ ഭാഗം. എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് പുറത്തുള്ള ഈ ഭാഗമാണ് എ കോംപ്ലിമെൻറ്റ് അല്ലേ? ഈ രണ്ട് സ്ഥലത്തും കോമൺ ആയിട്ട് എന്തെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടാകുമോ? കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടാകുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5 ആയിരിക്കും. അതായത് ജസ്റ്റ് ഡെഫിനിഷൻ തന്നെ നോക്കുക. എയിലുള്ള എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എ ആണ്. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ ആണ് അല്ലേ? എയിലുള്ള എലമെൻറ്റ്സും എയിലില്ലാത്ത എലമെൻറ്റ്സും തമ്മിൽ ഇൻ്റർസെക്ഷൻ എടുക്കാൻ എന്തെങ്കിലും ബാക്കി ഉണ്ടാവുമോ? ഒന്നുമില്ല. അപ്പോൾ അത് 5 ആയിരിക്കും. സിമ്പിളാണ്. അടുത്ത് നോക്കിക്കേ, ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് 1 2 3 4 5 6 തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന 2 3 4 തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന 2 3 4 6 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡി മോർഗൻസ് ലോ പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇഷ്ടംപോലെ കാണാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കാണാറുണ്ട്. ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സാധനമാണ്, പക്ഷേ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം അല്ലേ? നോക്കുക, എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ആദ്യം ചെയ്യുക, എന്നിട്ട് ഇത് കണ്ടുപിടിക്കുക. രണ്ടും ഈക്വൽ ആണ് എന്ന് കാണിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ആദ്യം നോക്കുക, എ ഇൻ്റർസെക്ഷൻ ബി എടുക്കുക. എ ഇൻ്റർസെക്ഷൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി എന്താ? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 2 3 4 അല്ലേ? 2 3 4. ഇനി
എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് ചെയ്യണം. യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ? അത് ചെയ്യാം. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ 1 2 3 4 5 6 വരെ ഉണ്ട്. എ ഇൻ്റർസെക്ഷൻ ബിയിൽ 2 3 4 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? ഈ 2 3 4 നമ്മൾ ഒഴിവാക്കി ബാക്കിയുള്ള സാധനം ഇവിടെ എഴുതിയാൽ മതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ മക്കളെ? എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് നമ്മൾ ഈ എ ഇൻ്റർസെക്ഷൻ ബിയിലുള്ള 2 3 4 അങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ 2 3 4 ഒഴിവാക്കി കഴിഞ്ഞാൽ 1 5 6 ആണ് നമ്മുടെ സെറ്റിലുണ്ടാവുക. 1 5 6 ആണ് എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന സെറ്റിലുണ്ടാവുക. ഓക്കെ, ഇനി ഇത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തു. LHS നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചു. ഇക്വേഷൻ്റെ LHS നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചു. ഇനി RHS എടുക്കുവാണേ. RHS എന്ന് പറഞ്ഞാൽ എന്താ? എ കോംപ്ലിമെൻ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതിനാദ്യം എ കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കാം. എ കോംപ്ലിമെൻ്റ് നോക്കിക്കേ. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 2 3 4 ആണ് എയിലുള്ളത്. അപ്പോൾ എ കോംപ്ലിമെൻറ്റിൽ എന്താ ഉണ്ടാവുക? 2 3 4 എയിലുണ്ടെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ മൈനസ് ചെയ്താലാണ് നമുക്ക് എ കോംപ്ലിമെൻ്റ് കിട്ടുക അല്ലേ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ മൈനസ് ചെയ്താലാണ് നമുക്ക് എ കോംപ്ലിമെൻ്റ് കിട്ടുക. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് 2 3 4 ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 5 6 കിട്ടും. 1 5 6 ആണ് എ കോംപ്ലിമെൻ്റ്. ഓക്കെ, ഇനി ബി കോംപ്ലിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബിനെ ഒഴിവാക്കാം. ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി എന്ന് പറഞ്ഞാൽ 2 3 4 6 കൂടെ ഒഴിവാക്കണം അല്ലേ? അപ്പോൾ 1 5 ആണ് ബി കോംപ്ലിമെൻറ്റിൽ വരിക. 1 5 ആണ് ബി കോംപ്ലിമെൻറ്റിൽ വരിക. നമുക്ക് എന്താ ഇവിടെ RHS എന്താണ്? ഇതിന് രണ്ടിൻ്റെ യൂണിയൻ. എ കോംപ്ലിമെൻറ്റിൻ്റെയും ബി കോംപ്ലിമെൻറ്റിൻ്റെയും യൂണിയനാണ് നമുക്ക് ഇവിടെ വേണ്ടത്. എടുത്തു നോക്ക്. എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 5 6. ഓക്കെ, ശരിയാണോ? എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റും എടുത്തു, എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റും എടുത്തു. രണ്ട് നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? 1 5 6 തന്നെയാണ് കിട്ടുന്നത്. ഹെൻസ് വെരിഫൈഡ്. അത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എടുക്കുക. രണ്ടും ഈക്വൽ ആണ് എന്ന് കാണിക്കുക, മാർക്ക് മേടിക്കുക. അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്ക് മക്കളെ. 4 മാർക്കിനുള്ള ചോദ്യമാണ്. എയും ബിയും തന്നിട്ടുണ്ട്, യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. ആദ്യത്തെ 1 മാർക്കിൻ്റെ ചോദ്യം എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എനെ ഒഴിവാക്കുക. 2 3 4 6 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? 1 വരും, 2 വരില്ല, 3 വരില്ല, 4 വരില്ല, 5 വരും, 6 വരില്ല, പക്ഷേ 7ഉം 8ഉം വരും. ഇതാണ് എ കോംപ്ലിമെൻറ്റ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബിനെ ഒഴിവാക്കുക. അപ്പോൾ അതിൽ 1 വരാം, 2 വരില്ല, 3 വരില്ല, 4 വരാം, 5 വരില്ല, 6 വരാം, 7 വരില്ല, 8 വരാം. ഇതാണ് ബി കോംപ്ലിമെൻറ്റ്. 1 മാർക്ക് കിട്ടിയോ? 1 മാർക്ക് അവിടെ കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം. വെരിഫൈ ദാറ്റ്. നേരത്തെ ചെയ്തതിൻ്റെ ഡിമോർഗൻസ് ലോൻ്റെ യൂണിയൻ വരുന്ന കേസ്. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എടുത്താൽ എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ആദ്യം നമുക്കതിന് എന്ത് വേണം? എ യൂണിയൻ ബി വേണം. എ യൂണിയൻ ബി വേണം. എ യൂണിയൻ ബി ഒന്ന് എടുത്തേ. ഇതാണ് എ, ഇതാണ് ബി. യൂണിയൻ എടുക്കുമ്പോൾ എന്തൊക്കെ വരും? 2 3 4 5 6 7. ഒന്നുമില്ല, 8ഉം ഇല്ല അല്ലേ? ബാക്കി എല്ലാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻ്റ് എന്താ? ഇപ്പം ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു? ഒന്നുമില്ല, 8ഉം ഇല്ല അല്ലേ? ബാക്കി എല്ലാ എലമെൻസിനകത്ത് വരുന്നില്ലേ? 2 3 4 5 6 7. യെസ്, യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എത്ര എണ്ണേ കുറവുള്ളൂ? 2 എണ്ണം കുറവുള്ളൂ. അതാണ് നമ്മൾ കോംപ്ലിമെൻറ്റിൽ എഴുതുക. 1ഉം 8ഉം കിട്ടുന്നുണ്ടല്ലോ? യെസ്, ഇതാണ് നമ്മുടെ LHS. ഇനി നമ്മൾ ഇത് കണ്ടുപിടിച്ച് വയ്ക്കാം. ഓക്കെ, എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? അവിടെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഇവിടുന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം. എ കോംപ്ലിമെൻറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ? 1 5 7 8. ബി കോംപ്ലിമെൻറ്റ് നമ്മൾ 1 4 6 8. ഇൻ്റർസെക്ഷൻ എടുക്കടാ. ഇൻ്റർസെക്ഷൻ എടുക്കുക. 1ഉം 8ഉം ആണ് വരിക അല്ലേ? അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1ഉം 8ഉം ആണ്. അത് തന്നെയല്ലേ ഇതും? യെസ്, അത് തന്നെയാണ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റും. സിമ്പിളായിട്ട് 3 മാർക്ക് കിട്ടിയോ? വെരിഫൈ ചെയ്തപ്പോൾ കിട്ടിയോ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. കാര്യങ്ങൾ വളരെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളൂ? സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ.
അപ്പോൾ ശ്രദ്ധിക്കുക മക്കളെ, നിങ്ങൾ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് പഠിക്കണം. റിയൽ നമ്പർ, ഇൻറ്റിജർ, റേഷണൽ നമ്പേഴ്സ് അതൊക്കെ പഠിച്ചിട്ട് പോവുക. എന്നിട്ട് നമ്മുടെ സെറ്റുകൾ തരുമ്പം എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് നോക്കുക. 6 ആണെങ്കിൽ ഇൻ്റർവെല്ലായിട്ട് എടുക്കുക എന്നുള്ളതാണ് മേജർ. പിന്നെ യൂണിയൻ, കോംപ്ലിമെൻറ്റ് ഇങ്ങനത്തെ കൺസെപ്റ്റ്സ് ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എഴുതുമ്പോൾ നമ്പേഴ്സ് മാറിപ്പോവാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ എല്ലാവരും സെറ്റാക്കി പോയി ഫുൾ മാർക്സ് മേടിച്ചിട്ട് വരാം.